യൂണിറ്റ് കോസ്റ്റിംഗ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് സെമസ്റ്റർ ബി.കോം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഓൾറെഡി ഓവർ ഹെഡ് വരെ 5ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കവർ ചെയ്തു. ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്, ചാപ്റ്റർ 6. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കാം. യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് എ ഫോം ഓഫ് ഓപ്പറേഷൻ കോസ്റ്റ്. ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഫോമാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് എ സിംഗിൾ പ്രൊഡക്റ്റ് ഇൻ ലാർജ് സ്കെയിൽ ബൈ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ ഏത് തരം ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്? ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് യൂണിറ്റ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ്. അതെന്താണ് നമ്മുടെ ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് കോസ്റ്റിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. അതേപോലെ ഇത് ഏത് തരം ഇൻഡസ്ട്രീസിനെയാണ് കൂടുതലായിട്ടും ഏത് തരം ഇൻഡസ്ട്രീസാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത്? ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് എ സിംഗിൾ പ്രൊഡക്റ്റ് ഇൻ ലാർജ് സ്കെയിൽ ബൈ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ലാർജ് സ്കെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസാണ് കൂടുതലായിട്ടും യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ആദ്യത്തെ പാരഗ്രാഫിന് നോക്കാം. യൂണിറ്റ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റ് ഫ്രം എ കോമൺ പ്രോസസ്സ്. ഒരു കോമൺ പ്രോസസ്സിലൂടെ ഒരു ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റ് ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസാണ് യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കാം. H.J. വെൽഡൻ ആണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബൈ ദ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ where manufacture is continuous and the units are identical or can be made by means of ratios. അതായത് ഒരേ പ്രൊഡക്റ്റ് ലാർജ് സ്കെയിൽ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് അവർ യൂസ് ചെയ്യുന്നതാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ്? എയിംസ് അറ്റ് അസർട്ടൈനിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റാണ് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കണക്കാക്കുന്നത്. ഹെൻസ് യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് സിംഗിൾ കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിങ്ങിന് മറ്റൊരു പേരാണ് സിംഗിൾ കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ സിംഗിൾ കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് എന്താ എഴുതുക, അതിൻ്റെ മീനിങ് ആയിട്ട് ഇത് എഴുതുക, ഡെഫിനിഷനായിട്ട് ഇത് എഴുതുക. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. യൂണിറ്റ് കോസ്റ്റിങ്ങിന് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വെയർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്. ഫീച്ചർ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്? കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നു. ഇനി എന്താണ്? ഇറ്റ് ഇസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ആയിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇൻ ഇൻഡസ്ട്രീസ് വെയർ യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ദ കോസ്റ്റ് യൂണിറ്റ് ആർ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ. അതായത് കോസ്റ്റ് യൂണിറ്റ് ഫിസിക്കലും ആയിരിക്കും നാച്ചുറൽ ആയിരിക്കും. ഓക്കെ, അതായത് ടാഞ്ചിബിൾ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോസ്റ്റ് യൂണിറ്റ് ഫിസിക്കലായിരിക്കും. An average cost per unit is calculated by dividing the total cost incurred in a period by total output. ടോട്ടൽ കോസ്റ്റ് വന്നത് എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ ഔട്ട്പുട്ടുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, പ്രൊഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പ്രൊഡക്റ്റ് ഓർ എ ഫ്യൂ വെറൈറ്റീസ് ഓഫ് സെയിം പ്രൊഡക്റ്റ്. ഒന്നുകിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും, ഒറ്റ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഫ്യൂ വെറൈറ്റീസ് ഓഫ് സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ആറാമത്തെ പോയിന്റ്, ഓൺലി എ സിംഗിൾ പ്രോസസ് ഇസ് ഇൻവോൾവ്. ഇവിടെ ആകെ ഒറ്റ സിംഗിൾ പ്രോസസ്സേ എന്തുള്ളൂ, ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഏതെങ്കിലും 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ആപ്ലിക്കേഷൻ ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ്. എവിടെയൊക്കെയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക? ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് അപ്ലൈ ചെയ്യുക? യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ മൈൻസിൽ ഇത് അപ്ലൈ ചെയ്യും. ഓക്കെ, അതേപോലെ കോളിറേസ്, സിമെൻറ്റ്, സ്റ്റീൽ, ബ്രിക്സ്, ബ്രൂവറീസ്, ഇവിടെയൊക്കെയാണ് എന്ത് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. മൈൻസ്, ക്വാറീസ്, കോളറീസ്, സിമെൻറ്റ്, സ്റ്റീൽ, ബ്രിക്സ്, ബ്രൂവറീസ് എക്സെട്ര. അപ്പോൾ പ്രധാനമായിട്ടും ഈ കൺസ്ട്രക്ഷൻ പ്രൊഡക്റ്റുകൾ, ഈ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് മെയിനായിട്ട് എന്ത് യൂണിറ്റ് കോസ്റ്റിംഗ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മെയിനായിട്ട് യൂണിറ്റ് കോസ്റ്റിംഗ് ഉണ്ടാക്കുക. അതേപോലെ ഈ വെട്ടുകല്ല്, അതേപോലെ ബ്രിക്സ്, സിമെൻറ്റ്, ഈ ഖനികൾ, ഇവിടെ നിന്നൊക്കെ എന്താണ് ഒരേ ടൈപ്പ് പ്രൊഡക്റ്റേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സൈഡ് ഹെഡിങ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അവിടെ കൊടുത്തിരിക്കുന്നത് ടു അസർട്ടൈൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്താനും അതേപോലെ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര വന്നതെന്നുള്ളത് കണ്ടെത്താനും യൂണിറ്റ് കോസ്റ്റിംഗ് അത്യാവശ്യമാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്
to make comparative study of cost of production so as to control cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തേക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്കും അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാനും യൂണിറ്റ് കോസ്റ്റിംഗ് സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ്, ടു ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ. അതായത് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കും. അതായത് നമുക്ക് എത്രയൊക്കെയാണ് ഇത് വിൽക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. കോസ്റ്റ് അതിൽ തന്നെ നമ്മൾ കണ്ടെത്തുന്നത് മെയിനായിട്ടും പ്രൊഡക്റ്റ് എത്ര രൂപക്ക് വിൽക്കണമെന്ന് തിരിച്ചറിയാനാണ് കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത്. നാലാമത്തെ പോയിന്റ്, ടു ക്ലാസിഫൈ വേരിയസ് കോസ്റ്റ് അണ്ടർ റെലവൻറ്റ് കാറ്റഗറീസ്. അതായത് ഓരോ റെലവൻറ്റ് കാറ്റഗറീസിൽ കോസ്റ്റിന് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഡീറ്റെയിൽഡ് അനാലിസിസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് നോക്കുക. ടു അനലൈസ് എഫക്റ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓൺ ടോട്ടൽ കോസ്റ്റ്. ഓരോ എലമെൻറ്റ്, ഓരോ ഘടകവും കോസ്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠനം നടത്താൻ, അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓരോ ഘടകവും കോസ്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠനം നടത്താനും സഹായിക്കും. ഇതൊക്കെയാണ് യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി കോസ്റ്റിംഗ് പ്രൊസീജിയറാണ്. ഓക്കെ, എന്തൊക്കെയാണ് കോസ്റ്റിംഗിന്, യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ? അണ്ടർ യൂണിറ്റ് കോസ്റ്റിംഗ്, കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് അനലൈസ്ഡ് അണ്ടർ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അതായത് യൂണിറ്റ് കോസ്റ്റിംഗ് ആദ്യം കോസ്റ്റിലും അക്യുമുലേറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അനലൈസ് ചെയ്യുന്നു വേരിയസ് എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. അതായത് ഈ ടോട്ടൽ കോസ്റ്റ് കിട്ടിയതിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു അതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ റെലവൻറ്റ് കോസ്റ്റ് ഇൻഫർമേഷൻ ഇസ് കളക്റ്റഡ് ഫ്രം വേരിയസ് റെക്കോർഡ് സച്ച് ആസ് മെറ്റീരിയൽ എബ്സ്ട്രാക്ട്, വേജസ് എബ്സ്ട്രാക്ട്, ടൈം റെക്കോർഡ്, കോസ്റ്റ് ലെഡ്ജേഴ്സ്. അതായത് ഈ കോസ്റ്റ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഈ മെറ്റീരിയൽ എബ്സ്ട്രാക്റ്റിൽ നിന്ന്, വേജസ് എബ്സ്ട്രാക്റ്റിൽ നിന്ന്, ടൈം റെക്കോർഡ്, കോസ്റ്റ് ലെഡ്ജേഴ്സ്, ഇവിടെ നിന്നൊക്കെ എന്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ എടുത്തിട്ടാണ് ഈ ടോട്ടൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ആ ടോട്ടൽ കോസ്റ്റിനെ ടോട്ടൽ ഔട്ട്പുട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് കോസ്റ്റ് ലഭിക്കുന്നത്. ദ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ആർ അനലൈസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. എലമെൻറ്റ് ഓഫ് കോസ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് പ്രൈം കോസ്റ്റ് എത്ര വന്നു, ഫാക്ടറി കോസ്റ്റ് എത്ര വന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വന്നു, കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര വന്നു, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദ കോസ്റ്റ് ഡീറ്റെയിൽസ് ആർ പ്രസൻറ്റഡ് ഇൻ എ ഫോം ഓഫ് കോസ്റ്റ് ഷീറ്റ്. യൂണിറ്റ് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റ് ഷീറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇറ്റ് ബിക്കംസ് നെസസറി ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ്. അതായത് കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് സോൾഡിന് എത്ര കോസ്റ്റ് വന്നു എന്ന് അറിയണം. ഓക്കെ, ഫോർ ദിസ് പേർപ്പസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ്. ഈ ഒരു പ്രോസസ്സിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് കോസ്റ്റ് ഷീറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ അത് നമുക്കതിൻ്റെ മീനിങ് കൃത്യമായിട്ട് നോക്കാം. കോസ്റ്റ് ഷീറ്റിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഷീറ്റ് സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ്. അതായത് കോസ്റ്റ് ഷീറ്റ് എന്നാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തതും വിറ്റതിൻ്റെയും കോസ്റ്റ് എത്ര വന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഇൻകർഡ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഓരോ ലെവൽ മാനുഫാക്ചറിങ്ങിന് ഓരോ ലെവലിൽ ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് വന്നു എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം കോസ്റ്റ് ഷീറ്റിൻ്റെ. ഓക്കെ, ശ്രദ്ധിക്കുക. സോ അഡ്വാൻറ്റേജസ് ഓഫ് ഓർ പേർപ്പസ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ പേർപ്പസ്, അതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അത് എന്തൊക്കെയാണ് ഉപകാരപ്പെടുക എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷോസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അത് ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും നമുക്ക് കാണിച്ചു തരും. സെക്കൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിങ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് കോസ്റ്റ് കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ സഹായിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് കൺട്രോൾ കോസ്റ്റ്. അതായത് കോസ്റ്റ് കോസ്റ്റ് അല്ല, കോസ്റ്റ് കൺട്രോളിന് ഒരു പ്രോസസ്സായിട്ട് ഇത് സഹായിക്കും. കോസ്റ്റ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് അതായത് കോസ്റ്റ് ഷീറ്റ്. ഇറ്റ് ഓൾസോ ഷോസ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. അത് പ്രോഫിറ്റ് ആൻഡ് സെയിൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇത് നൽകും. ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ പ്രൈസിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഇത് സഹായിക്കും. ഇറ്റ് ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേഷൻ ഓഫ് പ്രോഫിറ്റബിൾ പ്രൊഡക്ഷൻ പോളിസി. ഒരു മാനേജ്മെൻറ്റിന് എങ്ങനെയാണ് പ്രൊഡക്ഷൻ പോളിസി കുറേ പ്രോഫിറ്റബിൾ ആക്കാൻ എന്നുള്ള സഹായിക്കും ഇത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഫർമേഷൻ അബൌട്ട് കോസ്റ്റ്. ഈ കോസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അതേപോലെ എന്താണ്, ടു ഓൾ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്, എല്ലാ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആൾക്കാർക്കും, ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റുള്ള ആൾക്കാർക്ക് വരെ ഈ കോസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കും. ഇൻ എ സിമ്പിൾ ആൻഡ് ലൂസിഡ് സ്റ്റൈൽ, വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഓക്കെ, എ സ്പെസിമെൻ ഓഫ് കോസ്റ്റ്. ശ്രദ്ധിക്കുക, എ സ്പെസിമെൻ
ഓഫ് സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ഇസ് ഗിവൺ ബിലോ. അതായത് ഈ ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ആണ്. നോക്കാം. കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്താൽ അപ്പോൾ പ്രൈം കോസ്റ്റ് എഴുതി വെക്കുക. ടോട്ടൽ കോസ്റ്റ് ചെയ്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇവിടെ എഴുതുക. ഒരു യൂണിറ്റിന് വന്ന കോസ്റ്റ് ഇവിടെ വരിക. അത് ടോട്ടൽ ഔട്ട്പുട്ടായി ഡിവൈഡ് ചെയ്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റുകൾ ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞ് ഫാക്ടറി ഓവർഹെഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. ഇതാണ് ഒരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ. അതിനൊക്കെ എന്ത് ചെയ്യുക, കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് കൺവേർട്ടും ചെയ്യാം. അടുത്ത സബ് ഹെഡിങ് നോക്കാം. ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിൽ പെടാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദർ ആർ സം കോസ്റ്റ് വിച്ച് ആർ ടേക്കൺ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. സച്ച് ഐറ്റംസ് മേ ബി ഗ്രൂപ്ഡ് ഇൻ ടു ഫോളോയിങ് 4 കാറ്റഗറീസ്. ചില ഐറ്റംസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കും, പക്ഷേ അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിനെ ബ്രോഡായിട്ട് 4 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ആണ്. പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ്, ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, cash discount or cash discount allowed, fines and penalties, provision for bad and doubtful debt, damages paid. അപ്പോൾ ഇത്തരത്തിലുള്ള പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ്, ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ക്യാഷ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഡാമേജസ് പെയ്ഡ്. ഈ വക ഐറ്റംസ് ഒന്നും നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എടുക്കില്ല. ഇതൊക്കെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആണ്, പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആണ്. അടുത്തത് റൈറ്റിംഗ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് റൈറ്റ് ചെയ്യുന്നത് എന്തില്ല, കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എടുക്കില്ല. ദീസ് ഐറ്റംസ് ഇൻക്ലൂഡ് റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ, പാറ്റൻറ്റ്, കോപ്പി റൈറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്. ഇത്തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റിൽ എടുക്കില്ല. അടുത്തത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ. നോ അപ്രോപ്രിയേഷൻ ഐറ്റംസ് വിൽ ബി അപ്പിയർ ഇൻ കോസ്റ്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് വിനിയോഗിക്കുന്നത്, അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടും എവിടെ കാണിക്കില്ല, കോസ്റ്റ് ഷീറ്റിൽ കാണിക്കില്ല. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ നമ്മൾ കാണിക്കുള്ളൂ. പ്രധാനമായിട്ടും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ട് കമ്പനീസ് അക്കൗണ്ടിലും. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, അത് വകമാറ്റി എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതൊന്നും കോസ്റ്റ് ഷീറ്റിൽ കാണിക്കില്ല. ദ വേരിയസ് അപ്രോപ്രിയേഷൻ ഐറ്റംസ് ആർ ഡിവിഡൻറ്റ്, ഇൻകം ടാക്സ്, ട്രാൻസ്ഫർ ടു റിസർവ്സ് ആൻഡ് ഫണ്ട്, ഡൊണേഷൻ ആൻഡ് ചാരിറ്റീസ്. ഡിവിഡൻറ്റ്, ഇൻകം ടാക്സ്, ട്രാൻസ്ഫർ ടു റിസർവ് ആൻഡ് ഫണ്ട്, ഡൊണേഷൻ ആൻഡ് ചാരിറ്റീസ്. ഈ വക ഐറ്റംസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് കോസ്റ്റ് ഷീറ്റിൽ കാണിക്കില്ല. ഓക്കെ, ഇനി പ്യുവർ ഫിനാൻഷ്യൽ ഇൻകം ആണ്. പ്യുവർ ഫിനാൻഷ്യൽ ഇൻകവും എവിടെ കാണിക്കില്ല, കോസ്റ്റ് ഷീറ്റിൽ കാണിക്കില്ല. എന്തൊക്കെയാണ് പ്യുവർ ഫിനാൻഷ്യൽ ഇൻകം എന്ന് നോക്കാം. ഒന്നെന്താണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിക്സ്ഡ് അസറ്റ്, ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെക്യൂരിറ്റി പ്രീമിയം പോലുള്ള പ്യുവർ ഫിനാൻഷ്യൽ ഇൻകം. പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ് പോലെ പ്യുവർ ഫിനാൻഷ്യൽ ഇൻകം എടുക്കില്ല. റൈറ്റിംഗ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ് എടുക്കില്ല. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എടുക്കില്ല. അടുത്തതായിട്ട് ഒരു ചോദ്യമാണ്. എക്സാമ്പിൾ 1, ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. അതായത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഷോയിങ് കോസ്റ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020, 31/12/2020. ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 20,000, പർച്ചേസസ് 2,25,000, മെറ്റീരിയൽ കൺസ്യൂം 2,30,000, ക്യാരേജ് ഇൻവേർഡ് 11,000, മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ 2,000, മെറ്റീരിയൽ റിട്ടേൺ 3,000. വളരെ വലിയൊരു ചോദ്യമാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ചാർജബിൾ എക്സ്പെൻസ്, ക്യാരേജ് ഔട്ട്വേർഡ്. ചാർജബിൾ എക്സ്പെൻസ് 30,000, ക്യാരേജ് ഔട്ട്വേർഡ് 5,000, ലീഗൽ ചാർജ് 10,000, ഹോളേജ് 800, indirect wage 12,000, factory rent and rate 2,500, sundry office expense 2,000, royalty 20,000, productive wage 1,50,000, motive power and fuel 3,000, factory stationery 5,000, factory cleaning 1,500,
Loose tools written off 4,000. Rent, rates and taxes for office 7,000. Water charges for factory 1,700. Next one, factory insurance 5,000, ESI 10,000, bank charges 2,000, commission on sales 2,000, cost of blueprints 10,000, maintenance charges of delivery van 1,300, bad debt 3,000, advertisement 15,000, distribution of free sample 2,000, heating and lighting 2,000, sundry expenses 5,000, go down rent 1,500, rent of warehouse 5,000, sanitary expense 1,500. Next one, audit fees 1,200, income tax 12,000, sales tax 3,000, discount received 5,000, donation 5,000. ഇത്രയും ഇൻഫർമേഷൻസ് ഇവിടെ മുതൽ തന്നിരിക്കുന്ന ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മളോട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പ്രൈം കോസ്റ്റാണ് കാണേണ്ടത്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് വേജ്. അപ്പോൾ അതിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് വരും, പ്രൊഡക്റ്റീവ് വേജ് വരും, കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ് വരും, റോയൽറ്റി വരും, ചാർജബിൾ എക്സ്പെൻസ് വരും. ഇതെല്ലാം പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 4,40,000. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ ഓരോ ഐറ്റംസ്, ഇപ്പോൾ പ്രൈം കോസ്റ്റിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ ഐറ്റംസിൽ ഹെഡിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അത്രയും ഐറ്റംസ് ഇതിലുണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ്സിൽ വരുന്നത് ഹോളേജ് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് വേജ് വരുന്നുണ്ട്, ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ് വരുന്നുണ്ട്, മോട്ടീവ് പവർ ആൻഡ് ഫ്യൂവൽ വരുന്നുണ്ട്, ഫാക്ടറി സ്റ്റേഷനറി വരുന്നുണ്ട്, ഫാക്ടറി ക്ലീനിങ് വരുന്നുണ്ട്, ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ് വരുന്നുണ്ട്, വാട്ടർ ചാർജ് ഫോർ ഫാക്ടറി വരുന്നുണ്ട്, ഫാക്ടറി ഇൻഷുറൻസ് വരുന്നുണ്ട്, ESI വരുന്നുണ്ട്, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് വരുന്നുണ്ട്, ഗോ ഡൗൺ റെൻറ്റ് വരുന്നുണ്ട്. ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓവർ ഹെഡ്സും, ഇൻഡയറക്റ്റ് ചാർജസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ അതിൽ എഴുതുക. ഇതൊക്കെ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഐറ്റംസ് ആണ്. അതെല്ലാം എഴുതുക, അതിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതുക. എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യുക. 4,40,000 ആയിട്ട് ഇത് ആഡ് ചെയ്യുക, 49,000 ആഡ് ചെയ്യുക, അതിൻ്റെ എമൗണ്ട് താഴെ എഴുതി വെക്കുക. അതാണ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റംസ് ആണ് നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അതിൽ ലീഗൽ ചാർജ്, സൺട്രി ഓഫീസ് എക്സ്പെൻസ്, റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സ്, ബാങ്ക് ചാർജ്, സൺട്രി എക്സ്പെൻസ്, സാനിറ്ററി എക്സ്പെൻസ്, ഓഡിറ്റ് ഫീസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടലൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ കിട്ടിയ ടോട്ടലായിട്ട് അത് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 5,17,700 വരും. അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് വൺ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ്. അതിൽ ക്യാരേജ് ഔട്ട്വേർഡ്, കമ്മീഷൻ ഓൺ സെയിൽ, മെയിൻ്റനൻസ് ചാർജ് ഓഫ് ഡെലിവറി വാൻ, ബാഡ് ഡെപ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾ, റെൻറ്റ് ഓഫ് വെയർഹൗസ്, സെയിൽസ് ടാക്സ്. ഇതെല്ലാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ അണ്ടറിൽ വരുന്ന, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ആഡ് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക. ടോട്ടൽ കോസ്റ്റ് ഇവിടെ താഴെ എഴുതുക. എല്ലാം കൂടി നേരത്തെ കിട്ടിയ എമൗണ്ടും ഈ 36,300 കൂടി ആഡ് ചെയ്തിട്ട് 5,54,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി നോട്ട് ശ്രദ്ധിക്കുക. സിൻസ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഗിവൺ, മെറ്റീരിയൽ കൺസ്യൂംഡ് ഡയറക്റ്റായിട്ട് തന്നതുകൊണ്ട് തന്നെ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തു എന്നുള്ളത് ഡയറക്റ്റായിട്ട് തന്നതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, മെറ്റീരിയൽ ലോസ്റ്റ്, ക്യാരേജ് ഇൻവേർഡ്, മെറ്റീരിയൽ റിട്ടേൺ ഹാവ് ബീൻ ഇഗ്നോർഡ്, ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഈ 5 ഐറ്റംസ്, ക്വസ്റ്റ്യനിലുള്ള ഈ 5 ഐറ്റംസ് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. കാര്യം മെറ്റീരിയൽ കൺസ്യൂംഡ് ഓൾറെഡി ഈസ് ഗിവൺ ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, ഗോ ഡൗൺ റെൻറ്റ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ സ്റ്റോറിംഗ് റോ മെറ്റീരിയൽ. ഗോ ഡൗൺ റെൻറ്റ് ഫാക്ടറി ഓവർ ഹെഡിലാണ് വന്നത്. ഓക്കെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് വേണമെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വേണമെങ്കിൽ ഗോ ഡൗൺ റെൻറ്റ് വരാം. റെൻറ്റ് ഓഫ് വെയർ ഹൗസ് ഹാസ് ബീൻ ടേക്കൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അതായത് വെയർ ഹൗസിൻ്റെത് ഗോ ഡൗൺ വന്നിരിക്കുന്നത് നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡിനുണ്ടല്ലോ, നമ്മുടെ വെയർ ഹൗസിൻ്റെ റെൻറ്റ് വന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലാണ്. ഓക്കെ, അത് ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യുന്നതാണ് വെയർ ഹൗസ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ സ്റ്റോറിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന സാധനം നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലാണ് വരിക. റോ മെറ്റീരിയൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഫാക്ടറി ഓവർ ഹെഡിലാണ് വരിക. ഇൻകം ടാക്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡൊണേഷൻ ആൻഡ് ആർ ഫിനാൻഷ്യൽ ഐറ്റംസ്. ഇൻകം ടാക്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡൊണേഷൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാര്യം എന്താണ്, അതൊക്കെ ഫിനാൻഷ്യൽ ഐറ്റംസ് ആണ്. ഹെൻസ് ദീസ് ആർ എക്സ്ക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് assumed that carriage inward is included in the given cost of material consumed. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അത് തന്നെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്
ക്യാരേജ് ഇൻവേർഡ് എന്താണ് യൂസ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദർ ആർ 3 ടൈപ്സ് ഓഫ് സ്റ്റോക്ക്. 3 ടൈപ്പ് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. 3 തരം സ്റ്റോക്കാണുള്ളത്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. റോ മെറ്റീരിയൽ അതിൻ്റെ എന്താണ് അറ്റ് റോ ഫോമിൽ നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ അത് നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു രൂപമാറ്റത്തിൻ്റെ സ്റ്റേജാണിത്. അതായത് മരം അത് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഒരു ബെഞ്ചോ ഡെസ്കോ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ മുറിച്ച് വെച്ച മരം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വെറുതെ ഒരു മരം തടിക്കൊണ്ടിടുകയാണെങ്കിൽ അത് എന്താണ് റോ മെറ്റീരിയലാണ്. ഇനി അത് ഒരു ബെഞ്ചായി വന്നാൽ എന്തായി, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൽ എന്താ വരുന്നത്, ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഓർ യൂസ്ഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഈസ് ആഡഡ് ടു പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഈ റോ മെറ്റീരിയൽ സ്റ്റോക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തുക, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തുക, പിന്നീട് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്യുക. എന്തെങ്കിലും റിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ക്യാരേജ് ഇൻവേർഡ് അതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ ടോട്ടൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ലെസ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ലഭിക്കുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ, അതായത് ലോസ് ഓഫ് മെറ്റീരിയൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. സാധനങ്ങൾ ഇപ്പോൾ തീ മൂലമൊക്കെ നശിച്ചു പോവാണ്, എന്തെങ്കിലും അബ്നോർമൽ റീസണോ നോർമൽ റീസണോ ആയിട്ട് സാധനങ്ങൾ നശിച്ചു പോകുന്നു, മെറ്റീരിയൽസ് ആർ ബീങ് ലോസ്റ്റ്. അപ്പോൾ എന്താ ചെയ്യാന്നുള്ളതാണ്. നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഇഗ്നോർഡ്. നോർമൽ ലോസ് ആണെങ്കിൽ ഇപ്പോൾ വെറുതെ പെട്രോൾ പമ്പിൽ വെക്കുമ്പോൾ നോർമലി അത് എന്താവുന്നത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്യണമെന്നാണ് പറയുന്നത്. എബ്നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ, എക്സാമ്പിൾ ലോസ് ബൈ ഫയർ, അതായത് തീയൊക്കെ വിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ച് നശിക്കുകയാണെങ്കിൽ, അബ്നോർമലായിട്ട് നശിക്കുകയാണെങ്കിൽ, ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, അബ്നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ, ദ ലോസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം മെറ്റീരിയൽ പർച്ചേസ്ഡ്. അതാണ് ലോസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കണം, നേരത്തെ കണ്ടതാണ്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ, ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ടു അറൈവ് അറ്റ് നെറ്റ് സെയിൽസ്. അത് ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് സെയിൽസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ നെറ്റ് സെയിൽസ് ലഭിക്കുള്ളൂ. അടുത്ത പോയിന്റ്, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് റെഫേഴ്സ് ടു സെമി ഫിനിഷ്ഡ് ഓർ പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഫിനിഷ്ഡ് ആവാത്ത ഗുഡ്സ്. These are in process of manufacture, hence some portion of factory overheads has also been incurred on them. അതായത് ഇത് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഗുഡ്സാണ് അല്ലേ. അതിപ്പോൾ നേരത്തെ മരത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മുറിച്ച് വെക്കുമ്പോൾ എന്താണ്, അത് മുറിക്കാനൊരു ചിലവ് വന്നിട്ടുണ്ട്. ശരി, ആ മുറിക്കാനും ചില പൈസ കൊടുക്കണമായിരിക്കും. ഓക്കെ, ഹെൻസ് ഫാക്ടറി ഓവർഹെഡിൻ്റെ ഇൻഡയറക്റ്റ് ചാർജ് കുറച്ച് അതിനും വരുന്നിട്ടുണ്ട്. Thus, the value of work in progress consists of direct material, direct labor and factory overhead. The stock of work in progress should be adjusted in the factory cost. അതായത് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് ഫാക്ടറി കോസ്റ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി ആഡഡ് ടു പ്രൈം കോസ്റ്റ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്രൈം കോസ്റ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആഫ്റ്റർ ഫാക്ടറി ഓവർഹെഡ്സ് ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിഡക്റ്റ് ചെയ്യണം. ദ റിസൾട്ടഡ് എമൗണ്ട് ഈസ് കോൾഡ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് എന്ത്, ഫാക്ടറി കോസ്റ്റ്. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ ഫോളോയിങ് മാനർ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ആദ്യം പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്താൽ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടുന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഇറ്റ് ഈസ് കോമൺ ദാറ്റ് സം പാർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മേ റിമെയിൻ ഇൻ സ്റ്റോക്ക്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയ ഉടനെ എല്ലാവർക്കും വിൽക്കാൻ സാധിക്കില്ല, അതിൽ കുറച്ച് സ്റ്റോക്കിൽ കിടക്കും. ഓക്കെ, പെട്ടെന്ന് വിൽക്കാൻ സാധിക്കില്ലല്ലോ. സച്ച് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദിസ് ഇസ് സോ ബിക്കോസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഓൺലി വെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ സോൾഡ്. അതായത് അത്തരത്തിലുള്ള സ്റ്റോക്ക് കിടക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. കാരണം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് അത്തരം ഫിനിഷ്ഡ് ഗുഡ്സിന് വരുന്നില്ല. സാധനം വിൽക്കുമ്പോഴാണല്ലോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഇത് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. സോ
അത് കഴിഞ്ഞിട്ട് നോട്ട് അറ്റ് ദ ടൈം ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ആഡഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ എന്താ ചെയ്യുന്നത്? ദെൻ ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദിസ് ടോട്ടൽ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ലഭിക്കുന്നു. വെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആർ ആഡഡ് ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വി ഗെറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ്. ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇസ് ആസ് ഫോളോസ്. താഴെ കൊടുത്തിരിക്കുന്നതാണ്, ഇത് ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കും. ശ്രദ്ധിക്കാം, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇസ് ജനറലി വാല്യൂഡ് അറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ് ജനറലി വാല്യൂ ചെയ്യപ്പെടുന്നത്. ഇൻ കണക്ഷൻ വിത്ത് വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി നോട്ടഡ്. താഴെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇഫ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ഗിവൺ ദെൻ യൂസ് ദ സെയിം വാല്യൂ. ക്വസ്റ്റനിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതേ വാല്യൂനെ യൂസ് ചെയ്യാം. ഇഫ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ഗിവൺ, ക്വസ്റ്റനിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് നോട്ട് ഗിവൺ. അതായത് ക്വസ്റ്റനിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കറൻറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കേണ്ടത്? കറൻറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഇഫ് വാല്യൂ ഓഫ് ബോത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ നോട്ട് ഗിവൺ, അതായത് ഓപ്പണിംഗും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടില്ലെങ്കിൽ ഓൺലി ക്വാണ്ടിറ്റീസ് ആർ ഗിവൺ, അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് തന്നതെങ്കിൽ വി അസ്യൂം ദാറ്റ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നിലവിലെ വർഷത്തെയും പ്രീവിയസ് ഇയറിൻ്റെ വർഷത്തെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ യാതൊരു മാറ്റമില്ലെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ദെയർഫോർ ബോത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ ബി വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കറൻറ്റ് ഇയർ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്ലോസിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും കറൻറ്റ് ഇയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. ഓക്കെ, ചില കേസിൽ നോട്ട് ശ്രദ്ധിക്കുക. സംടൈംസ് സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഇൻ 2 പാർട്സ്. 2 പാർട്ടായിട്ട് വിദ്യാർത്ഥികളുടെ അടുത്ത് എന്താണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. നെയിംലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആയിട്ടൊരു പാർട്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് മറ്റൊരു പാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് എൻഡ്സ് വിത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആരംഭിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മുതൽ എൻഡ് ചെയ്യുന്ന എവിടെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെയാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മുതലാണ്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ഇസ് ആഡഡ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇസ് ഡിഡക്റ്റഡ് ടു ഒബ്റ്റെയിൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് എൻഡ്സ് വിത്ത് സെയിൽസ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് എൻഡ് ചെയ്യുന്നത് സെയിൽസ് ആണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വെച്ചാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ്. സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും മൈനസ് ചെയ്ത് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, സൈഡ് ഹെഡിങ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. When a cost sheet includes information about sales, profit, stock, etc., the cost sheet is known as production statement. ഒരു കോസ്റ്റ് ഷീറ്റിൽ ഈ ഇൻഫർമേഷൻസ് സെയിൽസ്, പ്രോഫിറ്റ്, സ്റ്റോക്ക് മുതലായ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്തായിട്ട് അറിയപ്പെടുന്നു? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കോസ്റ്റ് ഷീറ്റിൽ സെയിൽസ്, പ്രോഫിറ്റ്, സ്റ്റോക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നു. എ കോസ്റ്റ് ഷീറ്റ് merely records the cost components incurred during the period, whereas production statement records sales, stock and profit. ഒരു കോസ്റ്റ് ഷീറ്റ് വെറും ഒരു കോസ്റ്റ് ഷീറ്റ് ആണെങ്കിൽ അതെന്താണ്? കോസ്റ്റ് കോമ്പോണൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ, ഒരു പീരീഡിൽ നടന്നിട്ടുള്ള കോസ്റ്റ് കോമ്പോണൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ്, സ്റ്റോക്ക്, പ്രോഫിറ്റ് ഈ വക കാര്യങ്ങളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. എ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു പ്രൊഡക്ഷൻ അക്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ടി ഷേപ്പ്. അത് ടി ഷേപ്പിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹാവിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്സ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അത് ടി ഷേപ്പിൽ നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ ഉണ്ടാക്കുന്ന പോലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബേസിലാണ് തയ്യാറാക്കുന്നത്. ഇനി എക്സാമ്പിൾ 2 നോക്കാം. ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 2. Kerala Chemical Company supplies
യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫ്രം ഇറ്റ്സ് കോസ്റ്റ് റെക്കോർഡ്. അതായത് കേരള കെമിക്കൽ കമ്പനി താഴെ പറയുന്ന ഡീറ്റെയിൽസ് തരുന്നുണ്ട്. അതിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. 1 സെപ്റ്റംബർ 2021 ഡാറ്റയാണ്, ഓപ്പണിംഗ് ഡാറ്റയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഡാറ്റയാണ്. റോ മെറ്റീരിയൽസിൽ അതെന്താണ് 75,000 ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഓൺ 30th September 2021 ഇറ്റ് ഈസ് 91,500. ഡയറക്റ്റ് വേജസ് ഈസ് 52,500. ഇൻഡയറക്റ്റ് വേജസ് ഈസ് 2,750. Sales is 2 lakh. Work in progress on 1st September 2021. അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 28,000 ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ 30th September 2021 it is 35,000. Purchases of raw materials is 66,000. Factory rent rate and power is 15,000. Depreciation of plant and machinery is 3,500. Expenses on purchase is 1,500. Carriage outward is 2,500. Advertising is 3,500. ഇനി travelers wages and commission is 6,500. Stock of finished goods on 1st September 2021 is 54,000 and stock of finished goods on 30th September 2021 is 31,000. Prepare production statement giving the maximum possible breakup of cost and profit. ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് ചോദ്യം. സൊല്യൂഷനിലേക്ക് കടക്കാം. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ മന്ത് എൻഡിങ് 30th September 2021. 2021 സെപ്റ്റംബർ 30 വരുന്ന പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലാദ്യം തന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യാം. 66,000 ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പെൻസ് ഓൺ പർച്ചേസ് 1,500 ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 1,42,500 വരും. അതിൽ നിന്നും ലെസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഓൺ 30th September 2021. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക 91,500. അപ്പോൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ 51,000 ഇവിടെ വരും. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് ലഭിക്കും 1,03,500. ഇനി ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം. അത് ഇൻഡയറക്റ്റ് വേജ് 2,750. ഫാക്ടറി റെൻറ്റ് ആൻഡ് റേറ്റ് ആൻഡ് പവർ 15,000. ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 3,500. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 21,250 ആണ്. അതിനുകൂടെ വർക്ക് ഇൻ പ്രോഗ്രസ് 1st September 2021 ആഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,52,750 വരും. അതിൽ നിന്നും ശ്രദ്ധിക്കുക, വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, അതായത് 30th September 2021 വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക. 35,000 ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1,17,750 ലഭിക്കും. അതാണ് വർക്ക് കോസ്റ്റ്. ഇനി ഈ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ് 2,500 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യാം. 1st September 2021 54,000. അപ്പോൾ 1,74,250 വരും. ഇനി ലെസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 30th September 2021 31,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യാം. ക്യാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസിങ്, ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 12,500 ആണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1,55,750 ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ടോട്ടൽ സെയിൽസ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഓർഡർ ശ്രദ്ധിക്കുക നിങ്ങൾ. ആദ്യം എഴുതേണ്ടത് റോ മെറ്റീരിയലിലാണ്. ഓക്കെ, റോ മെറ്റീരിയൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രൈം കോസ്റ്റ് കാണാനായിട്ട്. പിന്നെ ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞിട്ട് വേണം വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് കഴിഞ്ഞിട്ടായിരിക്കണം സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അതിലേക്ക് എഴുതാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എഴുതേണ്ടത്.
ഹെഡിങ് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് ഇസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ ഫ്രം സർട്ടൺ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. അതായത് ഒരു മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉപയോഗശൂന്യമായി പോകുന്ന ചില ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും മെറ്റീരിയൽസിൻ്റെ. അപ്പോൾ അത് നമുക്ക് വെറുതെ സ്ക്രാപ്പായിട്ട് വെക്കാനേ സാധിക്കുള്ളൂ. അതൊരു യൂസ്ഫുൾ ആവില്ല, മാനുഫാക്ചറിങ്ങിന് അത് യൂസ്ഫുൾ ആവില്ല. അപ്പോൾ അത്തരം സാധനങ്ങളാണ് സ്ക്രാപ്പായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ലോ വാല്യൂ. അപ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വരിക, അതിന് വാല്യൂ കുറവായിരിക്കും. സച്ച് റിയലൈസബിൾ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഫാക്ടറി ഓവർ ഹെഡ് ഓർ ഫാക്ടറി കോസ്റ്റ്. അതായത് ഈ സ്ക്രാപ്പ് വിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ, എല്ലാ സ്ക്രാപ്പും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചിലത് നമ്മളത് ഈ വേസ്റ്റ് വിൽക്കും. അപ്പോൾ അത് വിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ വാല്യൂ എവിടുന്നാണ് കുറയ്ക്കേണ്ടത്? ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പ് എന്താണെന്നുള്ളതും അതെന്താ ചെയ്യുക, അത് കോസ്റ്റ് ഷീറ്റിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നും. ഇനി എക്സാമ്പിൾ 3 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ടർ ഓഫ് എ മാനുഫാക്ചറിംഗ് ബിസിനസ് റിക്വയർസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഷോയിങ് ദ പ്രൊഡക്ഷൻ റിസൾട്ട്, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഫ് ദ ബിസിനസ് ഫോർ ദ മന്ത്സ് ഓഫ് മാർച്ച് 2021. മാർച്ച് 2021 കണക്കാണ് ബോധിപ്പിക്കേണ്ടത്. ദ കോസ്റ്റ് അക്കൗണ്ട്സ് റിവീൽ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കോസ്റ്റ് അക്കൗണ്ട് താഴെയുള്ള ഇൻഫർമേഷൻ റിവീൽ ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 1st March 2021, സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 31st March 2021. അപ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് അത് റോ മെറ്റീരിയൽസിൻ്റെയും അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. റോ മെറ്റീരിയൽസ് ഓപ്പണിംഗ് 25,000, ക്ലോസിങ് 26,250. ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് 17,360, ക്ലോസിംഗ് 15,750. നെക്സ്റ്റ് വൺ, പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽ 21,900, 21,900. വർക്ക് ഇൻ പ്രോഗ്രസ് 1st March 2021 ആണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 31st March 2021, 9,100. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നത് 72,310. ഡയറക്റ്റ് വേജ് വരുന്നത് 17,150. ഡയറക്റ്റ് വർക്ക് എക്സ്പെൻസ് വരുന്നത് 8,340. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരുന്നത് 6,870. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരുന്നത് 4,210. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഇതാണ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 330. ഓക്കെ, അപ്പോൾ ഇത് കണക്കാക്കാനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ് പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി പറഞ്ഞത് യു ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ടു ഷോ ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. മെറ്റീരിയൽ എത്ര കൺസ്യൂം ചെയ്തതെന്ന് കണക്കാക്കാനും, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്കാക്കാനും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണക്കാക്കാനും, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ മന്ത് കണക്കാക്കാനും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് ഷീറ്റാണ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് കൊണ്ട് ഇത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനാണ് വരിക. കാര്യം സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസൊക്കെ നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് റോ മെറ്റീരിയലാണ് ആദ്യം എഴുതുന്നത്, അതിൻ്റെ കൂടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് റോ മെറ്റീരിയൽ അതിൽ മൈനസ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 46,900. അപ്പോൾ അതിൽ നിന്ന് 26,250 മൈനസ് ചെയ്താൽ വരുന്ന എമൗണ്ട് വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് 20,650. അപ്പോൾ അതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രൈം കോസ്റ്റ് ലഭിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് എക്സ്പെൻസ് ഫാക്ടറി കോസ്റ്റ് ഇവിടെ എഴുതുന്നു. ഫാക്ടറി കോസ്റ്റിൽ നിന്നും സെയിൽ ഓഫ് സ്ക്രാപ്പ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നു. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുന്നു, എമൗണ്ട് ഇവിടെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 44,930 ലഭിക്കുന്നു. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നമുക്ക് എന്തായി? അത് വർക്ക് കോസ്റ്റാണ്. ഓക്കെ, ഇനി എന്താണ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി അതിലേക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നു. ഇനി ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് അതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കുന്നു. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു, 57,620. കോസ്റ്റ് ഓഫ് സെയിൽസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ സെയിൽസ് 72,000, ഇവിടെ പ്രോഫിറ്റ് ലഭിക്കുക 14,690. അപ്പോൾ ആദ്യം സെയിൽസ് ഇവിടെ ചെയ്ത് അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രാപ്പ് വരികയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്? സ്ക്രാപ്പ് വരികയാണെങ്കിൽ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ
വർക്ക് എക്സ്പെൻസിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് സൈഡിങ് പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ഓർ കൊട്ടേഷൻ. ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ബിസിനസ് എൻ്റർപ്രൈസസ് യൂഷ്വലി ഇൻവൈറ്റ് ഓഫേഴ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സപ്ലൈയിങ് സർട്ടൻ പ്രൊഡക്റ്റ് ഓർ റെൻഡറിങ് സർവീസസ് ബൈ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ അണ്ടർ ദ ടൈറ്റിൽ ടെൻഡർ. അതായത് ബിസിനസ് എൻ്റർപ്രൈസ് ഒരു ഓഫർ ഇൻവൈറ്റ് ചെയ്യുന്നത് എപ്പോഴും ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തുകൊണ്ടാണ്. അതിൻ്റെ പേരാണെന്ത്, ടെൻഡർ എന്ന്. ഓക്കെ. അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ സപ്ലൈ ചെയ്യാനോ ഒക്കെ ടെൻഡറാണ് കൊടുക്കുക. ദ ബിസിനസ് ഇൻ റെസ്പോൺസ് ടു അഡ്വർടൈസ്മെൻറ്റ് കോട്ട് പ്രൈസ്. അപ്പോൾ ഇതിനൊരു പ്രൈസ് കോട്ട് ചെയ്തിട്ട് ഇത്ര വിലക്ക് എടുത്തോളാം അല്ലെങ്കിൽ ഇത്ര വിലയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരു പ്രൈസ് കോട്ട് ചെയ്തിട്ട് ഈ ചില ബിസിനസ്സുകാർ ഈ അഡ്വർടൈസ്മെൻറ്റിന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പ്രൈസ് അവർ കോട്ട് ചെയ്യും ഫോർ മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് ദ റിക്വയർഡ് ആർട്ടിക്കിൾസ് ഓർ ടു റെൻഡർ സർവീസ്. ഹിയർ ദ മാനുഫാക്ചറേഴ്സ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ബിഫോർ സ്റ്റാർട്ടിങ് ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ മാനുഫാക്ചേഴ്സിന് കോസ്റ്റും ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസും പ്രൊഡക്ഷന് മുൻപ് തന്നെ എന്താണ് ഈ ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ലഭിക്കും. ദിസ് എസ്റ്റിമേറ്റഡ് പ്രൈസ് ഇസ് കോൾഡ് ടെൻഡർ പ്രൈസ്. ഈ എസ്റ്റിമേറ്റഡ് പ്രൈസിൻ്റെ പേരാണ് ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ്. ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ്. ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ് ഇസ് ദ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫോർ വിച്ച് മാനുഫാക്ചറേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സപ്ലൈ ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ എന്താണ് ടെൻഡർ പ്രൈസ്? അതൊരു എസ്റ്റിമേറ്റഡ് പ്രൈസാണ്. അപ്പോൾ മാനുഫാക്ചേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയി അവർക്ക് എത്രയാണോ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ടെൻഡർ കേട്ടാൽ അവർ താല്പര്യപ്പെടുന്നൊരു വില അവരത് ഓഫർ ചെയ്യുന്നതിൻ്റെ പേരാണെന്ത്, ഈ ടെൻഡർ പ്രൈസ് എന്ന് വെച്ചാൽ. അതായത് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് അവർക്ക് എന്താണ് താല്പര്യമുള്ള വിലയാണ് ഈ ടെൻഡർ പ്രൈസ്. അവരാണത് കോട്ട് ചെയ്യുക. ഓക്കെ. ദ ടെൻഡർ പ്രൈസ് ഷുഡ് ബി ഫിക്സ്ഡ് വെരി കെയർഫുള്ളി. ഇത് വളരെ കെയർഫുള്ളായിട്ട് ഫിക്സ് ചെയ്യണം. ദിസ് ഈസ് സോ ബിക്കോസ് ഇഫ് ദ ടെൻഡർ പ്രൈസ് ഇസ് കമ്പാരിറ്റീവ്ലി ഹയർ ദ മാനുഫാക്ചറർ കനോട്ട് ഗെറ്റ് ഓർഡർ. അതായത് നമ്മളിങ്ങനെ ഒരു ടെൻഡർ കിട്ടി, അപ്പോൾ ഗവൺമെൻറ് ഒരു ടെൻഡർ ഇറക്കി, അപ്പോൾ അവർക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിനൊരു ടെൻഡർ ഇറക്കി. അപ്പോൾ ആ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഈ ടെൻഡർ പ്രൈസ് കോട്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിലേറ്റവും ലീസ്റ്റ് പ്രൈസാണ് ആരെടുക്കുക, ഗവൺമെൻറ് എടുക്കുക. ലീസ്റ്റ് പ്രൈസ് മാത്രമല്ല, അപ്പോൾ അതിനുള്ള എല്ലാ കാരണങ്ങളും നോക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതൊരു വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ളൊരു വിലയാണ് എടുക്കുക. അതേമാതിരി ഈ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് വേണം ടെൻഡർ പ്രൈസ് കോട്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ടെൻഡർ പ്രൈസ് ഇസ് ലെസ് ദാൻ ദ കോസ്റ്റ് ദ മാനുഫാക്ചറർ ഹാസ് ടു സഫർ എ ഹ്യൂജ് ലോസ്. വളരെ വില കുറച്ചാൽ മാനുഫാക്ചർക്ക് എന്ത് വരും, നഷ്ടം വരും. ഓക്കെ. വില കുറക്കാനും അവർക്കൊരു ചിലവുണ്ട്. അപ്പോൾ ആ ചിലവ് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഏറ്റവും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കാണിക്കാം. ദ ടെൻഡർ പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് പീരീഡ്. അപ്പോൾ അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക, പ്രീവിയസ് പീരീഡിൻ്റെ കോസ്റ്റ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ലൈക്ലി ചേഞ്ചസ് ഇൻ കോസ്റ്റിൽ വരുന്ന മാറ്റങ്ങളും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ടെൻഡർ പ്രൈസ് ഫിക്സ്. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ടെൻഡർ പ്രൈസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക, അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ടെൻഡർ പ്രൈസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജസ് ഓഫ് ഓവർ ഹെഡ്സ്. ശ്രദ്ധിക്കാം. ഇൻ ദിസ് കേസ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇസ് നോട്ട് ഗിവൺ. അതായത് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻ പ്രീവിയസ് പീരീഡ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. അതായത് ഒരു യൂണിറ്റിൽ എത്ര കോസ്റ്റ് വന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, കാരണം ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടില്ലെങ്കിൽ. ഡയറക്റ്റ് കോസ്റ്റ് വിച്ച് ഇസ് മെറ്റീരിയൽ, ലേബർ എക്സെട്ര ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആർ ക്ലിയർലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് കോസ്റ്റും അതേപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ, ബട്ട് ദർ ഇസ് നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഓവർഹെഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ, ഇൻ ദിസ് സിറ്റുവേഷൻ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ നെസസറി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സ് നെസസറി ആണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് പീരീഡ് യൂസിങ് കോസ്റ്റ് ഡാറ്റ ഓഫ് ദ പ്രീവിയസ് പീരീഡ്. അതായത് പ്രീവിയസ് പീരീഡിലുള്ള കോസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജസ് ഓഫ് ഓവർ ഹെഡ്സ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ കൊടുക്കാത്ത ഓവർ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജസ് കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഫോർ ദ പേർപ്പസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് അബ്സോർബ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജ് ആൻഡ് ഓഫീസ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആർ അബ്സോർബ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി
കോസ്റ്റ്. അതായത് ഫാക്ടറി ഓവർ ഹെഡ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓഫീസ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്സോർബ് ചെയ്യുന്നത്. അൺലെസ് അതർവൈസ് മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. ദീസ് ആർ കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഓഫീസ് ആൻഡ് ജനറൽ ഓവർ ഹെഡ് ഓൺ ഫാക്ടറി കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫീസ് ആൻഡ് ജനറൽ ഓവർഹെഡ്സ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓഫീസ് ആൻഡ് ജനറൽ ഓവർഹെഡ് ഫാക്ടറി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി തേർഡ് പോയിന്റ്, പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഓൺ ഫാക്ടറി കോസ്റ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇൻറ്റു 100 divided by factory cost. Okay, so office and general overhead is absorbed on the basis of factory cost, as well as selling and distribution overhead is also absorbed on the basis of factory cost, but factory overhead is absorbed on the basis of direct wages. Adutha paragraph, if specific instructions are given in the question regarding absorption of overhead, അതായത് ക്വസ്റ്റ്യനിൽ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡിനെ കുറിച്ചിട്ട് മറ്റ് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ, വി ഷുഡ് ഫോളോ ദോസ് ഇൻസ്ട്രക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതർവൈസ് എബവ് പെർസെൻറ്റേജസ് ആർ യൂസ്ഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് എടുക്കേണ്ടത് മുകളിൽ തന്ന പെർസെൻറ്റേജസ് ആണ്. ഇഫ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇസ് നോട്ട് ഗിവൺ, ഇറ്റ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റിലാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡർ. അപ്പോൾ ഇതിൽ ടെൻഡർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡർ ടു ഫൈൻഡ് ഔട്ട് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്. അതായത് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് പ്രിപ്പയർ ചെയ്യാൻ എന്ത് വേണം? ഒരു ടെൻഡർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ദ പ്രൈം കോസ്റ്റ് ഇസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ പെർ യൂണിറ്റ് ആസ് ഗിവൺ ഇൻ ദ കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും അടിസ്ഥാനത്തിൽ പെർ യൂണിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തന്ന മാതിരി കണക്കാക്കുക, പ്രൈം കോസ്റ്റ് കണക്കാക്കുക. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ ഓവർഹെഡ്സ് ആർ അബ്സോർബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജസ് കാൽക്കുലേറ്റഡ് ആസ് പെർ ടു. നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ കണ്ട പോലെ ഈ ഓവർഹെഡ്സ് അബ്സോർബ് ചെയ്ത പെർസെൻറ്റേജ് കണക്കാക്കുക. ദ ഓവർഹെഡ്സ് ആർ ആഡഡ് വിത്ത് പ്രൈം കോസ്റ്റ്. എന്നിട്ട് നമ്മൾ ഈ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഓവർഹെഡ് എന്തുമായിട്ട് ആഡ് ചെയ്യുക? ഇറ്റ് ഷുഡ് ബി ആഡഡ് അലോങ് വിത്ത് പ്രൈം കോസ്റ്റ് ടു ഗെറ്റ് ദ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യുക. ഓക്കെ, ചേഞ്ചസ് ഇഫ് എനി ഇൻ ഓവർഹെഡ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. ലാസ്റ്റ്ലി ദ പ്രോഫിറ്റ് ആസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ ഷുഡ് ബി ആഡഡ് ടു ടോട്ടൽ കോസ്റ്റ്. ലാസ്റ്റിൽ പറഞ്ഞത് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് ദിസ് ടോട്ടൽ ഈസ് ദ ടെൻഡർ പ്രൈസ്. അത് കഴിഞ്ഞിട്ട് ഈ ടോട്ടലാണ് എന്ത്? ടെൻഡർ പ്രൈസ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ടെൻഡർ പ്രൈസിൽ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് കണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ കൂടി നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യും? ഒരു ക്ലിയർ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താണ് തിയറി ആയിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്തായാലും ചോദിക്കുക. ഓക്കെ, ഇനി next side computation of profit. Profit may be calculated either as a percentage on cost or selling price. അപ്പോൾ പ്രോഫിറ്റ് ഒന്നെങ്കിൽ നമ്മൾ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു പെർസെൻറ്റേജ് കണ്ടുകൊണ്ട് കണക്കാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക. ഒന്നുകിൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക. ഇഫ് നത്തിങ് ഇസ് ഗിവൺ, ഒന്നും തന്നിട്ടില്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഷുഡ് ബി പ്രസ്യൂംഡ് ടു ബി ഓൺ കോസ്റ്റ്. അപ്പോൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കണക്കാക്കാൻ, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇനി ഇഫ് ദ ഗിവൺ പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഈസ് ഓൺ കോസ്റ്റ്, ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഈസിലി. കോസ്റ്റിലാണ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് വി നോ ദ കോസ്റ്റ് നമുക്ക് അറിയാം. ഇഫ് ദ
ഗിവൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇസ് ഓൺ സെല്ലിംഗ് പ്രൈസ്, അത് സെല്ലിംഗ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ദ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട്. ഈ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. ബിക്കോസ് വി ഡോണ്ട് നോ ദ സെല്ലിംഗ് പ്രൈസ്, നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയില്ല. ഇൻ സച്ച് സിറ്റുവേഷൻ ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിലാണ് പ്രോഫിറ്റ് തന്നെങ്കിൽ അത് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 20% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ നമ്മളിത് 4ാമത്തെ സെമസ്റ്ററിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നത്. നമ്മൾ 2nd സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് തന്നാൽ അതെങ്ങനെ കോസ്റ്റിൽ കണക്കാക്കുമെന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സപ്പോസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 ആൻഡ് ലെസ് 20% ഓഫ് സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 20. then cost will be equal to 80. സോ ഇവിടെ 100ൻ്റെ 20% എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ 100ൽ നിന്ന് ആദ്യം എന്ത് മൈനസ് ചെയ്യുക? 20% മൈനസ് ചെയ്താൽ ഈ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കോസ്റ്റ് ആവുമല്ലോ. അപ്പോൾ 20 ഈ 80ന് എത്രയാണ് വരിക? 25% വരിക അല്ലേ? 20 100ൽ 20% 20 80ൽ എത്ര ശതമാനമാണ്? 25%. 80ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 25% എന്ത്? 80ൻ്റെ 50% 40 80ൻ്റെ 25% 20. 100ൻ്റെ 20% തന്നെയാണ് 20. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ 2nd സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. 100 thus 20% or 1/5 on selling price is equal to 25% or 1/4 of cost. അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ 1/5 ആണ്, 20% തന്നത് എങ്കിൽ കോസ്റ്റിൻ്റെ 1/4 ആയിരിക്കും, 25% ഓക്കെ, ഇനി പറയുന്നത് പ്രോഫിറ്റ് ഓൺ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് വിച്ച് ഈസ് ₹100 is 20 and 25% on cost is 80 and also 20. When the percentage of profit on sales is given, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് കണ്ടിട്ട് കോസ്റ്റ് കാണാൻ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. ഇനി പെർസെൻറ്റേജ് ഓൺ സെയിൽസ് തരികയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റിൽ കണക്കാക്കുക? പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു കോസ്റ്റ് ഇൻ ടു പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഡിവൈഡ് ബൈ 100 മൈനസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി സെല്ലിംഗ് പ്രൈസ് ക്യാൻ ബി ഡയറക്ട്ലി അസർടെയിൻഡ് ആസ് ഫോളോസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ മുഖാന്തരം. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻ ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് കാണണമെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് നമുക്കറിയില്ല, അപ്പോൾ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൺ പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഓൺ സെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാകും. കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് ഓൺ ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഡിവൈഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടും. ഇനി സെല്ലിംഗ് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റും സെല്ലിംഗ് പ്രൈസും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻസ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഡയറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് അത് 1/10 ആണെങ്കിൽ കോസ്റ്റിൻ്റെ 1/9 ആയിരിക്കും. ഓക്കെ, 1/10 ആണെങ്കിൽ 1/9 ആയിരിക്കും, 1/9 ആണെങ്കിൽ 1/8 ആയിരിക്കും, അതേപോലെ തന്നെ 1/5 ആണെങ്കിൽ 1/4 ആയിരിക്കും, 1/4 ആണെങ്കിൽ 1/3 ആയിരിക്കും, 1/3 ആണെങ്കിൽ 1/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1/8 ആണെങ്കിൽ ഇവിടെ 1/7 ആയിരിക്കും കോസ്റ്റിലേക്ക് വരിക. അപ്പോൾ കോസ്റ്റിൽ ഇങ്ങനെ കൊടുത്താൽ അത് സെല്ലിംഗ് പ്രൈസിൽ ഇത്ര ആയിരിക്കും, സെല്ലിംഗ് പ്രൈസിൽ ഇത്ര കൊടുത്താൽ അത് കോസ്റ്റിൽ ഇത്ര ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 4. The accounts of a machine manufacturing company disclose the following information for the 6 months ending.
31st December 2020. ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 6 മാസത്തെ. അതിൻ്റെ എൻഡിങ് പീരീഡ് എന്ന് വെച്ചാൽ 31 ഡിസംബർ 2020. ഇനി കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഓരോന്നായിട്ട് നോക്കാം. മെറ്റീരിയൽസ് യൂസ്ഡ് 1,50,000 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് വേജ് ആയിട്ട് പോയിരിക്കുന്നത് 1,20,000 ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ് 24,000 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് 17,640. Prepare the cost sheet of the machines and calculate the price which the company should quote for the manufacture of a machine requiring materials value at rupees 1,250 and expenditure in productive wages of rupees 750, so that price may yield a profit of 20% on the selling price. ഇവിടെ നമ്മളോട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പനിക്ക് റിക്വയറിങ് മെറ്റീരിയൽ എത്രയാണ്? 1,250 രൂപയുടെ ആണ്. പിന്നെ എക്സ്പെൻഡിച്ചർ ഇൻ പ്രൊഡക്റ്റീവ് വേജസ് വരുന്നത് 750 രൂപയാണ്. സോ ദാറ്റ് പ്രൈസ് മേ ഈൽഡ് പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 20%. ഇപ്പോൾ ഈ ഡാറ്റാസൊക്കെ വെച്ചിട്ട് നമ്മളോട് പ്രൈസ് കണ്ടെത്താനാണ് പറയുന്നത്. അതിനായിട്ടൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം തന്നെ കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് ഷീറ്റ് ഫോർ ദ പീരീഡ് ഓഫ് 6 months ending 31st December 2020. മെറ്റീരിയൽ യൂസ്ഡ് is 1,50,000. പ്രൊഡക്റ്റീവ് വേജസ് is 1,20,000. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് വേജസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് ലഭിക്കും 2,70,000. ഓക്കെ, 2,70,000 പ്രൈം കോസ്റ്റ് ലഭിക്കും. ഇനി അതിൽ നിന്ന് അതിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസ് ആഡ് ചെയ്യാം. അത് 24,000 ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഇവിടെ ശ്രദ്ധിക്കുക, 24 മെറ്റീരിയൽ യൂസ്ഡ് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്, പ്രൊഡക്റ്റീവ് വേജ് ഇത്രയാണ്, ഫാക്ടറി ഓവർ ഹെഡ് 24,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 17,640. അപ്പോൾ കോസ്റ്റ് ഷീറ്റിലേക്ക് ഈ ഡാറ്റാസ് എഴുതാം. അപ്പോൾ നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് 2,94,000 രൂപയാണ് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം, 17,640. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ 3,11,640. ഇത് കഴിഞ്ഞിട്ട് കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജസ് ആണ്. കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജസിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ വേജസ് ആണ്. ആദ്യം ഫാക്ടറി ഓവർ ഹെഡിനെ വേജസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് മുകളിൽ എഴുതുക, താഴെ ഡയറക്റ്റ് വേജ് എത്രയാണ് വന്നത് അത് എഴുതുക. അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 20% ലഭിക്കും. ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജ് ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 20%. അത് കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് ഓൺ ഫാക്ടറി കോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡിന് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുക. അപ്പോൾ മുകളിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ് ചെയ്താൽ താഴെ ഫാക്ടറി കോസ്റ്റ് ചെയ്താൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്നത് 6% ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം നിങ്ങൾക്ക്. മെറ്റീരിയൽ വേണ്ടത് എത്രയാണ്? റിക്വയറിങ് മെറ്റീരിയൽ 1,250 ആണ്. പ്രൊഡക്റ്റീവ് വേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 750 ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡറിലേക്ക് ആദ്യം എഴുതേണ്ടത് മെറ്റീരിയൽ ആൻഡ് വേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് 1,250, വേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 750 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുക, 2,000 കിട്ടി. അതാണ് പ്രൈം കോസ്റ്റ്. ഇനി പ്രൈം കോസ്റ്റിന് എത്ര പെർസെൻറ്റേജ് ആണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് നമുക്ക് നേരത്തെ പെർസെൻറ്റേജ് കണ്ടപ്പോൾ മനസ്സിലായത്? 20% ആണ് ഫാക്ടറി ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ പറയുന്ന നമ്മുടെ വേജിൻ്റെ 20% 150 രൂപയാണ് എന്ത്? 750ൻ്റെ 20% 150 രൂപയാണ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ പ്രൈം കോസ്റ്റിന് കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ലഭിക്കും. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ഫാക്ടറി കോസ്റ്റിൻ്റെ, അതായത്
ഫാക്ടറി കോസ്റ്റിൻ്റെ 6% എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ്. അപ്പോൾ ഈ 2150ൻ്റെ 6% 129 ആണ് എന്ത് വരുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് 20%, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, 20% ആണ് എന്ത് പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണ് പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% നമ്മുടെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റിന് എത്ര ശതമാനമായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്? 20% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിൻ്റെ 25% പ്രോഫിറ്റ്. അതായത് 2279ൻ്റെ 20% പ്രോഫിറ്റ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ലാസ്റ്റത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് പെർസെൻറ്റേജ് ഓൺ ഓവർ ഹെഡ് മെത്തേഡാണ്. ഓക്കെ, ഇത് ഒരു ഫസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, പെർസെൻറ്റേജ് ഓൺ ഓവർ ഹെഡ്സിൽ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം നമ്മൾ കണ്ടു. ഇനി രണ്ടാമതായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പെർ യൂണിറ്റ് കോസ്റ്റ്. അതായത് പ്രീവിയസ് ഇയറിന് പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ദിസ് ഫോം ഓഫ് ടെൻഡർ ഈസ് യൂസ്ഡ് വെൻ ഡാറ്റ റിലേറ്റിംഗ് ടു പ്രീവിയസ് പീരീഡ്സ് കോസ്റ്റ്, യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ടെൻഡർ ആർ ഗിവൺ. അതായത് പ്രീവിയസ് ഇയറിലുള്ള കോസ്റ്റ്, അതേപോലെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി, ടെൻഡറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഇതൊക്കെ തരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ദിസ് കേസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രിപ്പയറിംഗ് കോസ്റ്റ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് പീരീഡ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൈസ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ടെൻഡർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് പെർ യൂണിറ്റ്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ആദ്യം കോസ്റ്റ് ഷീറ്റ് വെച്ച് കണ്ടെത്തിയിട്ട് ക്വാണ്ടിറ്റി ഓഫ് ടെൻഡറുമായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആണ് എന്ത് കിട്ടുക, നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലഭിക്കുക. ദെൻ റിക്വയർഡ് പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ഗെറ്റ് ടെൻഡർ പ്രൈസ്. അത് കഴിഞ്ഞിട്ട് റിക്വയർഡ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു ടെൻഡർ പ്രൈസ് ലഭിക്കും. ദി ഫോളോയിങ് ആർ ദ 3 സിറ്റുവേഷൻസ് ഇൻ വിച്ച് ടെൻഡർ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ അതിൽ 3 സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് കോമ്പോണൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് കോമ്പോണൻസിലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ചേഞ്ചസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദിസ് കേസ് ദ പ്രോബബിൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ടെൻഡർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് പ്രീവിയസ് പീരീഡ്സ് കോസ്റ്റ് ഓഫ് ഈച്ച് യൂണിറ്റ് വിത്ത് ക്വാണ്ടിറ്റി ഓഫ് ടെൻഡർ. അപ്പോൾ ഈ ഒരു കേസ് പ്രോബബിൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ടെൻഡർ, അതായത് ഈ ടെൻഡറിൻ്റെ പ്രോബബിൾ കോസ്റ്റ് വെച്ചിട്ട് എങ്ങനെ അതിനെന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കോസ്റ്റ് ഓഫ് ഈച്ച് യൂണിറ്റുമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ലഭിക്കുന്നത്, നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലഭിക്കുന്നത്. ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് പീരീഡ്, ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് പീരീഡ് ഈസ് ആഡഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ടെൻഡർ ടു ഗെറ്റ് വാല്യൂ. അതായത് ഈ കോസ്റ്റ് ലഭിച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് ആ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, നേരത്തെ ചെയ്ത മാതിരി. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ലഭിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 5, the following figures relate to the manufacture of electric fans for the period of 3 months. അതായത് 3 മാസത്തെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക് ഫാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് ഈ ടെൻഡറിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റഡ് സ്റ്റോക്ക് ആസ് ഓൺ 1 October 2020 ആണ്, അത് നില്ലാണ്. കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഓൺ 31 December 2020 ആണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ കണക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാർട്ടർലി കണക്കാണ്. അപ്പോൾ ഒക്ടോബർ 1 നില്ലാണ് കംപ്ലീറ്റഡ് സ്റ്റോക്ക്. ഡിസംബർ 31 അത് 20,250 ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഓൺ, അതായത് റോ മെറ്റീരിയലിൻ്റെ കണക്ക് ഒക്ടോബർ 1, 2020 അനുസരിച്ചിട്ട് 5000 ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഓൺ 31 December 2020 ഈസ് 3,500. ഓക്കെ, അതായത് 5000 ഉണ്ടായിരുന്നു തുടക്കത്തിൽ, അത് 3 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 31 3500 ആയി. ഫാക്ടറി വേജസ് വന്നിരിക്കുന്നത് 75,000 ആണ്. ഇൻഡയറക്റ്റ് ചാർജ് വന്നിരിക്കുന്നത് 12,500 ആണ്.
മെറ്റീരിയൽ പർച്ചേസ്ഡ് തന്നിരിക്കുന്നത് 32,500 സെയിൽസ് തന്നിരിക്കുന്നത് 1,12,500. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഫാൻസ് മാനുഫാക്ചർഡ് ഡ്യൂറിങ് 3 months വാസ് നമ്പർ 3,000. അതായത് 3000 ഫാൻ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് ഈ 3 മാസം കൊണ്ട്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കോസ്റ്റ് പെർ ഫാൻ. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫാനിന് എത്ര കോസ്റ്റ് വരും എന്ന് കണക്കാക്കാൻ ഒരു കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് ആദ്യം പറയുന്നത്. ആൻഡ് പ്രൈസ് ടു ബി കോട്ടഡ് ഫോർ 750 ഫാൻസ്. അതായത് 750 ഫാൻ എത്ര പ്രൈസ് കോട്ട് ചെയ്യണം. പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കോസ്റ്റിന് കൂടെ എന്തും കൂടി ആഡ് ചെയ്യേണ്ടി വരും, പ്രോഫിറ്റിനും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ടു റിയലൈസ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആസ് റിയലൈസ്ഡ് ഡ്യൂറിങ് 3 months എൻഡിങ് 31st December 2020. അതായത് ഈ 3 മാസം കൊണ്ട് വിറ്റ ഫാൻ്റെ അതേ പ്രോഫിറ്റ് ഇവിടെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. 3 മാസത്തെ കണക്കിനനുസരിച്ചിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, കോസ്റ്റ് ഷീറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ 3 months എൻഡിങ് 31st December 2020. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇവിടെ കോസ്റ്റ് പെർ ഫാൻ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് 5000 ആണ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 32,500. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 32,500 ആഡ് ചെയ്യുന്നു. 37,500 നമുക്ക് എന്ത് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുന്നു. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 3500 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 34,000 ആണ്. അത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് 34,000. എത്ര ഫാനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? 3000 ഫാനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 34,000-നെ ഈ കിട്ടിയിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഈ എമൗണ്ട് 34,000-നെ 3,000 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 34,000 ഡിവൈഡഡ് ബൈ 3,000. അപ്പോൾ നമുക്ക് ലഭിക്കും 11.33. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫാക്ടറി വേജസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി വേജ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 75,000 ആണ്. ഓക്കെ, അതേപോലെ ഇൻഡയറക്റ്റ് ചാർജ് 12,500, സെയിൽസ് 1,12,500. ഓക്കെ, അപ്പോൾ ഫാക്ടറി വേജ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. പ്രൈം കോസ്റ്റ് നമുക്ക് 1,09,000 ലഭിക്കുന്നു. അപ്പോൾ ഈ ഫാക്ടറി വേജ് എന്ത് ചെയ്യണം? ഈ ഫാക്ടറി വേജ് 75,000-നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3,000 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 25 വരിക. 25 rupees പെർ യൂണിറ്റ് ഓഫ് ഫാനാണ്. ഇനി പ്രൈം കോസ്റ്റ് ലഭിച്ചത് 1,09,000-നെ നമ്മൾ എന്ത് ചെയ്യണം? 3,000 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലഭിക്കുക 36.33 ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യുക? ഇൻഡയറക്റ്റ് ചാർജ് ആഡ് ചെയ്യാം. അത് 12,500 ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഈ 12,500-നെയും 3,000 ഡിവൈഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പെർ യൂണിറ്റ് ലഭിക്കാനാണ്. എത്ര ഫാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്? 3000 ഫാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് ഫാൻ എത്ര ചിലവ് വന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതൊന്ന് ഈ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ്, ഒന്ന് ഫാക്ടറി വേജ് ആണ്, പ്രൈം കോസ്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ചാർജ് ആണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇതിനൊക്കെയാണ് നമുക്ക് പെർ യൂണിറ്റ് അറിയേണ്ടത്. ബാക്കിയൊന്നും പെർ യൂണിറ്റ് അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ പെർ യൂണിറ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിച്ചു. അപ്പോൾ അതും നമ്മൾ 3,000 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഭിക്കുക 40.50 ആണ്. ഇവിടെ ലഭിക്കുക 4.17 ആണ്. ഈ എമൗണ്ടിനെ 3,000 ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ എമൗണ്ടിനെ 3,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 40.50 ആണ്. അത് കഴിഞ്ഞിട്ട് ലെസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 250 ആണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കും. ഓക്കെ, താഴെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ കൊടുത്ത സെയിൽസ് എഴുതുക. അപ്പോൾ സെയിൽസ് 1,12,500 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,01,250 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഈ എമൗണ്ട് മൈനസ് ചെയ്താൽ 11,250 ലഭിക്കും. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് വെച്ച് ആദ്യം കണക്കാക്കിയത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് മാത്രമല്ല ഈ കോസ്റ്റ് പെർ യൂണിറ്റ്സും. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റ് കോസ്റ്റിൽ എത്ര ശതമാനമാണ് വന്നത് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, സോ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, അതായത് പ്രോഫിറ്റ് 11,250, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നിരിക്കുന്നത് 1,01,250. അപ്പോൾ 11,250 മുകളിൽ എഴുതുക. അതിനെന്തോ ഡിവൈഡ് ചെയ്യുക? 1,01,250 ഡിവൈഡ് ചെയ്യുക. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്ന പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ 11.11% അല്ലെങ്കിൽ 1/9 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റും നമുക്ക് ലഭിച്ചു. ഇനി
750 ഫാനിന് എത്ര കോസ്റ്റ് വരും, അല്ലെങ്കിൽ അതിന് എത്ര ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യണം, 750 ഫാനിന് എത്ര, ഈ ഒരു പ്രോഫിറ്റിൻ്റെ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കോസ്റ്റിൽ വന്ന ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 750 ഫാനിന് എത്ര പ്രൈസാണ് ഫിക്സ് ചെയ്യേണ്ടത്, എത്ര ടെൻഡർ പ്രൈസാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അടുത്ത ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ വരികയാണെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോ പെർ കോസ്റ്റ് പെർ ഫാൻ അല്ലെങ്കിൽ പെർ യൂണിറ്റ് ആദ്യം ഒരു ലൈനിൽ ചെയ്ത് ഒരു ലൈനിൽ അതിൻ്റെ 750 വരുന്ന എമൗണ്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഡയറക്റ്റ് മെറ്റീരിയൽ ഒരു യൂണിറ്റ് ഫാനിന് 11.33 അതിന് 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 8500 വരും. 11.33 11.33 ഇൻറ്റു 750 ഈസ് ഈക്വൽ ടു 8500. ഇനി വേജ് പെർ യൂണിറ്റ് വരുന്നത് 25 അപ്പോൾ അതിനെയും 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലഭിക്കുന്നത് 18,750 അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 33.13 പ്രൈം കോസ്റ്റ് ലഭിക്കുക. നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെയും 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 27,250 വരും. ഇൻഡയറക്റ്റ് ചാർജ് ആഡ് ചെയ്ത് കൊടുക്കുക 4.17 അതിനെയും 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന കോസ്റ്റ് ഷീറ്റിലുണ്ട്, അതേപടി എഴുതി വെക്കുക. അതിനൊക്കെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് കോളത്തിൽ എഴുതാം. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 40.50 അതിനെയും 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കാം. ഇനി പ്രോഫിറ്റ്, ഈ കോസ്റ്റിൻ്റെ എത്രയാണ് പ്രോഫിറ്റ്? 1.9 അത് 4.50 പ്രോഫിറ്റ് ഒരു യൂണിറ്റിന് വന്നത്. അതിനെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഇവിടെ 45 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 45നെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 33,750 ടെൻഡർ പ്രൈസ് ഫോർ 750 ഫാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ എന്താണ് പെർ യൂണിറ്റ് തന്നിട്ട് ആ പെർ യൂണിറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ടെൻഡർ പ്രൈസ്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗുഡ്സിനുള്ള ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ചെയ്യേണ്ടത്. ടൈം കൺസ്യൂമിംഗ് ആണ്. അത് ചോദിക്കുകയാണെങ്കിൽ എസ്സേ ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദ പ്രോഫിറ്റ് ഓഫ് ₹4.50 is 10% ഓർ 1/10 ഓൺ സെല്ലിംഗ് പ്രൈസ്. അത് സെല്ലിംഗ് പ്രൈസിൻ്റെ 1/10 പ്രോഫിറ്റ്. ഇവിടെ 1/9 കോസ്റ്റിൽ വന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ 1/9 കോസ്റ്റിൽ വന്നാൽ 1/10 ഇതിൽ വരിക, സെല്ലിംഗ് പ്രൈസിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയാനായിട്ടുള്ളത്, ഈ ടെൻഡർ പ്രൈസ് ഓൺ പെർ യൂണിറ്റ് കോസ്റ്റിൽ പറയാനായിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ പ്രീവിയസ് ഇയർ ഓൺ ദ ബേസിസ് ഓഫ് പെർ യൂണിറ്റ് കോസ്റ്റിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്. 3 മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നോക്കുന്നത്. വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് കോസ്റ്റിൽ മാറ്റമുണ്ട്, പക്ഷേ പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റിലുള്ള ശതമാനത്തിൽ മാറ്റമില്ലെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. കോസ്റ്റിൽ മാറ്റമുണ്ട്, ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇഫ് ദർ ഇസ് likely change in cost, the tender price is calculated after taking into consideration such increase or decrease in cost. കോസ്റ്റിൽ മാറ്റം വരികയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ട മെത്തേഡിൽ കോസ്റ്റിലും പ്രോഫിറ്റിലും മാറ്റമില്ലായിരുന്നു. ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് ആസ് വെൽ ആസ് ഇൻ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കമ്പ്യൂട്ടേഷൻ ആയിരുന്നു നേരത്തെ കണ്ടത്. ഇവിടെ പറയുമ്പോൾ കോസ്റ്റിൽ മാത്രം മാറ്റം വരുന്നു, പക്ഷേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എക്സാമ്പിൾ 6 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഓഫ് കാർത്തിക സ്റ്റൗ മാനുഫാക്ചറിങ് കമ്പനി. കമ്പനിയുടെ പേര് കാർത്തിക സ്റ്റൗ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പോൾ വർഷം 2020. അപ്പോൾ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 1 January 2020 തന്നിരിക്കുന്നത് 20,000 രൂപയാണ്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31 December 2020 തന്നിരിക്കുന്നത് 10,000 രൂപയാണ്. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ തന്നിരിക്കുന്നത് 30,000 രൂപയാണ്. ഫാക്ടറി വേജ് തന്നിരിക്കുന്നത് 60,000 രൂപയാണ്. ഫാക്ടറി എക്സ്പെൻസ് തന്നിരിക്കുന്നത് 20,000 രൂപയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് 20,000 രൂപ. കംപ്ലീറ്റഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ്, കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 1 January 2020 10,000 രൂപ. Completed stock in hand on 31 December 2020 24,000. സെയിൽസ് തന്നിരിക്കുന്നത് 1,44,900
900 രൂപയാണ്. 1,44,900. ഇനി അതിന് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. ദ നമ്പർ ഓഫ് സ്റ്റൗസ് മാനുഫാക്ചേർഡ് ഡ്യൂറിംഗ് ദ ഇയർ 2020 വാസ് 500. അതായത് 2020 500 സ്റ്റൗ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദ കമ്പനി വാണ്ട്സ് ടു കോട്ട്, അതായത് നമ്മൾ പെർ യൂണിറ്റ് കിട്ടാനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കാണാനാണ് ഈ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ തന്ന കണക്കിലും അത് ഉണ്ടായിരുന്നു. ദ കമ്പനി വാണ്ട്സ് ടു കോട്ട് ഫോർ എ കോൺട്രാക്ട് ഫോർ ദ സപ്ലൈ ഓഫ് 2000 ഇലക്ട്രിക് സ്റ്റൗ, അതായത് കമ്പനിക്ക് കൊട്ടേഷൻ വേണം, ടെൻഡർ വേണം 2000 സ്റ്റൗ ഉണ്ടാക്കാൻ. ഓക്കെ, ഡ്യൂറിംഗ് ദ ഇയർ 2021, അടുത്ത വർഷത്തേക്ക് 2021 2000 സ്റ്റൗ ഉണ്ടാക്കാനുള്ള ടെൻഡറാണ് കമ്പനി നോക്കുന്നത്. ദ സ്റ്റൗസ് ടു ബി കോട്ടഡ് ആർ ഓഫ് യൂണിഫോം ക്വാളിറ്റി, അത് യൂണിഫോം ക്വാളിറ്റി ആയിരിക്കണം, ആൻഡ് ആർ സിമിലർ ടു ദോസ് മാനുഫാക്ചർ ഇൻ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ അതേ രീതിയിൽ തന്നെ അതേ ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം വരുന്ന വർഷം 2021 കമ്പനിക്ക് സ്റ്റൗ അതേ ക്വാളിറ്റിയുള്ള സ്റ്റൗ തന്നെ ആയിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ബട്ട് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 15%. പക്ഷേ കോസ്റ്റ് മെറ്റീരിയലിൻ്റെ ചെലവ് എന്തായി 15% കൂടി. ഓക്കെ, ഇവിടെ കോസ്റ്റ് കൂടി. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൂടി. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ ബൈ 10%. ലേബറിന്റെ കോസ്റ്റ് 10% കൂടി. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ പ്രൈസ് ടു ബി കോട്ടഡ്. സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനാണ് എത്ര പ്രൈസ് ആണ് കോട്ട് ചെയ്യേണ്ടത് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് തയ്യാറാക്കേണ്ടത്. ടു ഗിവ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, ഇതേ പ്രോഫിറ്റ് ശതമാനം കിട്ടാനായിട്ട് എത്ര പ്രൈസ് ഇവിടെ ഫിക്സ് ചെയ്യണം എന്നതാണ് ചോദ്യം. വാസ് റിയലൈസ്ഡ് ഡ്യൂറിംഗ് 2020 അസ്യൂമിംഗ് ദാറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ് ചാർജസ് വിൽ ബി സെയിം ആസ് ഇൻ പ്രീവിയസ് ഇയർ. അതായത് ഓവർഹെഡ് ചാർജ് എന്താണ് സെയിം ആയിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറിനും വർധനവ് 15-10% വർധനവ് വന്നെങ്കിലും ഓവർഹെഡ് ചാർജിൽ മാറ്റമില്ലാതെ തുടരുന്നു. അതേ അളവിൽ പ്രോഫിറ്റ് കിട്ടണം, അതേ പെർസെൻറ്റേജിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം പ്രൈസ് എന്നാണ് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത്. ടെൻഡർ പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റാണ് ആദ്യം തയ്യാറാക്കേണ്ടത് 2020. അപ്പോഴേ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് ഓരോന്നിൻ്റെയും ലഭിക്കുകയുള്ളൂ. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എഴുതാം, 20,000 അതിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യാം, 30,000 അപ്പോൾ 50,000 കിട്ടി. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 10,000 മൈനസ് ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് ലഭിച്ചു 40,000 രൂപയാണ്. അപ്പോൾ 500 യൂണിറ്റ് ആയിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് കഴിഞ്ഞ വർഷം. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 40,000-നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന ഇവിടെ ഈ സംഖ്യകൾ കിട്ടണമെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന ഈ കോളത്തിലുള്ള സംഖ്യകളെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത് പെർ യൂണിറ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 40,000-നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 80 ലഭിക്കുന്നു. ഫാക്ടറി വേജസ് ഇവിടെ എഴുതുന്നു 60,000 രൂപയാണ്. അതിനെയും 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 120 രൂപ വരുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, താഴെ എഴുതുന്നു പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റ് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 1,00,000 രൂപയാണ്. അതിനെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 200 രൂപ ഇവിടെ ലഭിക്കുന്നു. ഇനി ഫാക്ടറി എക്സ്പെൻസ് ആണ് 20,000 രൂപയാണ്. അതിനെയും 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ 40 ലഭിക്കുന്നു. ഫാക്ടറി കോസ്റ്റ് 1,20,000 അതിനെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസ് കിട്ടുമ്പോൾ ഫാക്ടറി കോസ്റ്റ് ആണ്, അതിനാണ് 500 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് 20,000 ആഡ് ചെയ്യുന്നു. അത് എല്ലാം പെർ യൂണിറ്റ് നമ്മൾ കണക്കാക്കുന്നു 500 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ 40 ലഭിക്കുന്നത്. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഫാക്ടറി കോസ്റ്റിലേക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് 1,40,000 രൂപയാണ്. അതിനെയും 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2,80,000 രൂപയാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കാം, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ 1,50,000 രൂപയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് 24,000 ലെസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് 1,26,000 ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 1,44,900 രൂപയാണ്. 1,44,900 രൂപ. അത് ആദ്യം ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 18,900 ലഭിക്കുന്നു. അതാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി പ്രോഫിറ്റ് കിട്ടുമ്പോൾ പ്രോഫിറ്റ് ഈ കോസ്റ്റുമായിട്ടുള്ള അനുപാതം അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ് അടുത്തതായിട്ട്. അപ്പോൾ
പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇവിടെ എഴുതുക, മുകളിൽ താഴെ കോസ്റ്റ് എഴുതുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 100 15%. ഈ 15% ഇനി വരാൻ പോകുന്ന അടുത്ത വർഷം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റവിനും ഇതേ ശതമാനത്തിൽ പ്രോഫിറ്റ് കിട്ടണമെന്നാണ് പറയുന്നത്. കോസ്റ്റ് മാറിയിട്ടുണ്ട്, മെറ്റീരിയലിനും ലേബറിനും കോസ്റ്റ് കൂടിയിട്ടുണ്ട്, എങ്കിൽ പോലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 15% പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ടെൻഡർ പ്രൈസ് തയ്യാറാക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഫോർ 2000 സ്റ്റവ്, 2000 സ്റ്റവ് ആണ് നമ്മളോട് അടുത്ത വർഷം തയ്യാറാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മെറ്റീരിയലിന് പെർ യൂണിറ്റ് കിട്ടിയിരിക്കുന്നത് 80 രൂപയായിരുന്നു. 80 രൂപയായിരുന്നു മെറ്റീരിയൽ, അത് 15% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 92 റുപ്പീസ് പെർ മെറ്റീരിയൽ ആണ് വരിക. അപ്പോൾ അതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എഴുതുക, 1,84,000 വരും. അത് കഴിഞ്ഞിട്ട് ഫാക്ടറി വേജ് 120 ആയിരുന്നു പെർ യൂണിറ്റ്, അത് 10% വർദ്ധിച്ചത്. അപ്പോൾ 120 കൂടെ 12 കൂടി ആഡ് ചെയ്യുമ്പോൾ 132 വരും. അതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 2,64,000 വരും. 2,64,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 224 വരുന്നത്. ഇവിടെ അത് ഈ 224 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4,48,000 രൂപയാണ് വരുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റ് ലഭിച്ചു. ഇനി ഫാക്ടറി ഓവർഹെഡിൽ മാറ്റമില്ല, 40 രൂപ തന്നെയാണ്. അതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അവിടേക്ക് എഴുതുക, 80,000 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ലഭിക്കും 264. അതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 5,28,000 വരും. അത് കഴിഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് എഴുതുക, 40 പെർ യൂണിറ്റ് ആണ്. അതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 80,000 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇവിടെ എഴുതുക, 304 പെർ യൂണിറ്റ് ആണ്. അതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6,08,000 രൂപ വരും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിച്ചു. ഇനി ഈ 6,08,000 അതേപോലെ 304ൻ്റെയും 15% എടുത്ത് താഴെ എഴുതുക. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്നില്ല, അതേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം വന്ന അതേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നെ പിന്തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ എമൗണ്ടിൻ്റെ 15%, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 15% പ്രോഫിറ്റ് ആയിട്ട് എഴുതുക. ആ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക, അതാണ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് 15% ആകുമ്പോൾ ഇവിടെ 45.6 ആണ്, 45 രൂപ 60 പൈസയാണ്. അതിന് 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 91,200 ആണ് വരുന്നത്, 91,200. ഇത് ആഡ് ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ താഴെ വരുന്ന എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇവിടെ 349 രൂപ 60 പൈസയാണെങ്കിൽ ഇതിനെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, 6,99,200 രൂപയാണ് ടെൻഡർ പ്രൈസ് ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കണക്കുകളാണ്. ചോദിക്കുകയാണെങ്കിൽ എസ് ആയിട്ടാണ് ചോദിക്കുക. 1-2 വട്ടം നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കണക്കുകളാണ്. എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് സൂചിപ്പിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ട്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഓവർ ഹെഡ് പെർ യൂണിറ്റ് ഡ്യൂറിങ് 2021. ഓവർ ഹെഡിന് മാറ്റമില്ല, അതാണ് നമ്മളവിടെ മാറാതെ തന്നെ ഓവർ ഹെഡ് എഴുതിയിരിക്കുന്നത്. മെറ്റീരിയലിലും ലേബറിലും നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസ് വെച്ചപ്പോൾ ഓവർ ഹെഡിൽ യാതൊരുവിധ മാറ്റങ്ങളും 2021 വെച്ചിട്ടില്ല. ഇനി സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ബെറ്റർ ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന് മുകളിലുള്ള പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും നല്ലത് കോസ്റ്റിന് മുകളിലുള്ള പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് എന്ത് വരിക, നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തിയാൽ താഴെ കൊടുത്തിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ്, അതായത് നമ്മൾ 2020 കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കിയിരുന്നു, അവിടെ കൊടുത്ത സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലല്ല നിങ്ങൾ പ്രോഫിറ്റ് കണക്കാക്കേണ്ടത്, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കേണ്ടത് കോസ്റ്റുമായിട്ട് കണക്കാക്കുക. കാരണം നിങ്ങൾ ടെൻഡറിൻ്റെ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഫിറ്റ് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് കണ്ടെത്താനാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പുറത്തുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ കേസിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ കേസാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. വെൻ ദർ ഇസ് ചേഞ്ച് ഇൻ കോസ്റ്റ് അലോങ് വിത്ത് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റിലും മാറ്റമുണ്ട്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും മാറ്റമുണ്ടെങ്കിൽ, ആദ്യത്തെ കേസിൽ കോസ്റ്റിലും മാറ്റമില്ല, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും മാറ്റമില്ല. രണ്ടാമത്തെ കേസിൽ കോസ്റ്റിൽ മാറ്റമുണ്ട്,
പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ മാറ്റമില്ല. മൂന്നാമത്തെ കേസിൽ കോസ്റ്റിലും മാറ്റമുണ്ട്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും മാറ്റമുണ്ട്. In this situation, the tender price is calculated on the basis of cost per unit of the previous year after taking into consideration the likely changes in cost. The tender price is fixed on the basis of given percentage of profit. അപ്പോൾ ആദ്യം തന്നെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അടുത്ത വർഷം ഇത്ര പ്രോഫിറ്റ് എന്താണ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കോസ്റ്റിലോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിലോ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. എക്സാമ്പിൾ 7 ദ ഫോളോയിങ് ഈസ് ദ സമ്മറൈസ്ഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് കേരള റെഫ്രിജറേഷൻ കമ്പനി ഫോർ ദ ഇയർ എൻഡിങ് 1st December 2020, in which half year 1000 refrigerators were manufactured and sold. അതായത് 1st December 2020 ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. 6 മാസം കൊണ്ട് ഇവർ 1000 റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേര് കേരള റെഫ്രിജറേഷൻ കമ്പനി. അപ്പോൾ ഇൻഫർമേഷൻസ് ട്രേഡിംഗ് ആൻഡ് P&L അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്ന് പരിശോധിക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ്, സെയിൽസ് കൊടുത്തിരിക്കുന്നു 4 ലക്ഷം, മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു 80,000, വേജസ് കൊടുത്തിരിക്കുന്നു 1,20,000, മാനുഫാക്ചറിങ് എക്സ്പെൻസ് കൊടുത്തിരിക്കുന്നു 50,000, ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്നു 1,50,000. ഇനി ടോട്ടൽ എമൗണ്ട് 4 ലക്ഷം ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് സ്റ്റാഫ് സാലറി 60,000, റെന്റ് ആൻഡ് ടാക്സ് 10,000, ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു 1,50,000. എക്സ്പെൻസ് കൊടുത്തിരിക്കുന്നു 30,000, 30,000. ജനറൽ എക്സ്പെൻസ് കൊടുത്തിരിക്കുന്നു 20,000, നെറ്റ് പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്നു 30,000. ടോട്ടൽ ഇവിടെ 1,50,000, ഇവിടെ 1,50,000. ഓക്കെ, ഇനി അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ ഇയർ 2021 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് ആൻഡ് സെയിൽ വിൽ ബി 1,200 റെഫ്രിജറേറ്റേഴ്സ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് 2021 1,200 റെഫ്രിജറേറ്റേഴ്സ് തയ്യാറാക്കണം. അപ്പോൾ അതിൻ്റെ ടെൻഡർ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് വിൽ ഇൻക്രീസ് ബൈ 20% ഓൺ പ്രീവിയസ് ഇയേഴ്സ് ലെവൽ. കഴിഞ്ഞ വർഷത്തേക്കാളും 20% റോ മെറ്റീരിയലിൽ എന്താണ് വർധന വരും. മെറ്റീരിയലിൽ അപ്പം എന്താണ് 20% വർധന വരും. ഇനി വേജ്, ഡയറക്റ്റ് വേജ് എന്താണ്, റേറ്റ് ഓഫ് വേജസ് വിൽ റൈസ് ബൈ 5%. വേജ് എന്താണ് 5% വർദ്ധിക്കും. വേജസിൽ എന്താണ് 5% വർധനവ് വരും. 4ാമത്തെ പോയിന്റ്, സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാനുഫാക്ചറിങ് ഓവർഹെഡ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജ്. അതായത് മെറ്റീരിയലും വേജും വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഓവർഹെഡും വർദ്ധിക്കുന്നുണ്ട്. അതർ എക്സ്പെൻസസ് റിമെയിൻ അൺഎഫക്റ്റഡ് ബൈ റൈസ് ഇൻ ഔട്ട്പുട്ട്. മറ്റ് എക്സ്പെൻസുകൾക്ക് എന്താണ് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ 2021 ഷോയിങ് ദ പ്രൈസസ് അറ്റ് വിച്ച് റെഫ്രിജറേറ്റർ ഷുഡ് ബി സോൾഡ് കീപ്പിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 10% ഓൺ സെല്ലിംഗ് പ്രൈസ്. അതായത് 10% സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രോഫിറ്റ് വേണം. സെല്ലിംഗ് പ്രൈസിൽ 10% പ്രോഫിറ്റ് കണക്കാക്കിക്കൊണ്ട് ഒരു ടെൻഡർ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യാനാണ്, അതിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്ത് തയ്യാറാക്കുക, കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുക. പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് ലഭിക്കണം. ഓക്കെ, 2020 ഷീറ്റ് തയ്യാറാക്കുക. ആദ്യം മെറ്റീരിയൽ എഴുതുക, 80,000 ആണ്. 1000 യൂണിറ്റ് ആണ് നമ്മൾ 6 മാസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് 80,000 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 80 ലഭിച്ചു. ഇനി ലേബർ 1,20,000 ആണ്, അതിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലേബർ പെർ യൂണിറ്റ് കിട്ടി 120. പ്രൈം കോസ്റ്റ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 ലക്ഷം വരുന്നത്. അത് 200 രൂപയാണ് പെർ യൂണിറ്റ് വരുന്നത്. ഇനി മാനുഫാക്ചറിങ് ഓവർഹെഡ് 50,000 ആണ് വരുന്നത്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 രൂപയാണ് വരുന്നത്. ഇനി ഫാക്ടറി കോസ്റ്റ് വരുന്നത് 2,50,000 രൂപയാണ്.
അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 250 പെർ യൂണിറ്റ് വരുന്നത് ഫാക്ടറി കോസ്റ്റ്. ഇനി ഓഫീസ് ഓവർ ഹെഡ് വരുന്നത് 90,000 രൂപയാണ്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 രൂപയാണ് വരുന്നത് പെർ യൂണിറ്റ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്നു 3,40,000 രൂപയാണ്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ലഭിക്കുന്നു 340. ഇനി അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നത് 30,000 രൂപയാണ്. അതിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് ലഭിക്കുന്നു 30 രൂപ. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെല്ലിംഗ് എക്സ്പെൻസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ലഭിക്കുന്നു 3,70,000 രൂപ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 370 ലഭിക്കുന്നു. ഇനി നമുക്ക് സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 4 ലക്ഷമാണ്. അതിനെ ഡിവൈഡ് ചെയ്യുന്നു 1000 കൊണ്ട് ഇവിടെ 400 ലഭിക്കുന്നു. ഇനി സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നു 30,000 രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് അതേ ഇൻഫർമേഷൻസ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഓഫ് 2021 ആണ്, അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് കമ്പ്യൂട്ടേഷൻ ആണ്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് മെറ്റീരിയൽ ആയിരുന്നു. മെറ്റീരിയൽ 80 രൂപയാണ് പെർ യൂണിറ്റ് കിട്ടിയിരുന്നത് നേരത്തെ. അപ്പോൾ 80നോട് എന്ത് ചെയ്യുക, അതിൻ്റെ 20% ആഡ് ചെയ്യുക. 80ൻ്റെ കൂടെ 16 ആഡ് ചെയ്യുക. 80ൻ്റെ 20% 16 രൂപയാണ്. അപ്പോൾ 96 രൂപ പെർ യൂണിറ്റ് വരുന്നു. അതിന് 1200 കൊണ്ട് വരുന്ന വർഷം നമുക്ക് 1200 റെഫ്രിജറേറ്റേഴ്സ് ആണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. അപ്പോൾ 96നെ 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1,15,200 രൂപ ലഭിക്കുന്നു. ഇനി ലേബർ 120 രൂപയാണ്. 120ൻ്റെ കൂടെ നമ്മൾ 5% ആഡ് ചെയ്യുന്നു. അപ്പോൾ 126 രൂപ, 6 രൂപയും കൂടെ ആഡ് ചെയ്യുന്നു. 120ന് 5% എന്ന് വെച്ചാൽ 6 രൂപയാണ്. അപ്പോൾ 120ൻ്റെ കൂടെ 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 126 രൂപയാവുന്നു. അപ്പോൾ അതിനെ 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് ലഭിക്കുന്നു 1,51,200, 1,51,200 രൂപ. രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, താഴെ ചെയ്യുന്നു 222 രൂപയാണ് പെർ യൂണിറ്റ് പ്രൈം കോസ്റ്റ് വരുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റിൽ. ഇനി 1200 യൂണിറ്റിൻ്റെ വരുന്നത് 2,66,400 രൂപയാണ്. അതായത് ഈ 222നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2,00,000 അല്ലെങ്കിൽ നമ്മൾ 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ലഭിക്കുന്നു 2,66,400 രൂപ. ഇനി മാനുഫാക്ചറിങ് ഓവർ ഹെഡ് 50 രൂപയായിരുന്നു കഴിഞ്ഞ കോസ്റ്റ് ഷീറ്റിൽ പെർ യൂണിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് മെറ്റീരിയലിനും ലേബറിനും വന്ന അതേ ആനുപാതികമായ മാറ്റം എന്തിലും വന്നിരിക്കുന്നു, മാനുഫാക്ചറിങ് ഓവർ ഹെഡിലും വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 50 ആയിരുന്നു നേരത്തെ കിട്ടിയത്, അതിനെന്ത് ചെയ്യുക, 222 × 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 55.5 ലഭിക്കും. 55 രൂപ 50 പൈസ. അതാണ് പുതിയ മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. അതിനങ്ങനെയാണ് മാറ്റം വന്നിരിക്കുന്നത്. ലേബറിനും മെറ്റീരിയലിനും വന്ന മാറ്റത്തിന് ആനുപാതികമായിട്ട് മാനുഫാക്ചറിങ് ഓവർ ഹെഡിലും മാറ്റം വന്നതായിട്ട് നേരത്തെ പറയുന്നു. അപ്പോൾ 55.5 അല്ലെങ്കിൽ 55 രൂപ 50 പൈസയാണ് 21ൽ മാനുഫാക്ചറിങ് ഓവർ ഹെഡിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ്. ഈ 55.5 അല്ലെങ്കിൽ 55 രൂപ 50 പൈസയെ 1200 മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ലഭിക്കുന്നു 66,600 രൂപ. അപ്പോൾ നേരത്തെ കിട്ടിയ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ മാനുഫാക്ചറിങ് ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നു 277 രൂപ 50 പൈസ. അത് നമ്മുടെ ഫാക്ടറി കോസ്റ്റാണ്. ഈ 277 രൂപ 50 പൈസയെ നമ്മൾ എന്ത് ചെയ്യുക, 1200 കൊണ്ടോ അല്ലെങ്കിൽ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഈ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയത് 1200 മൾട്ടിപ്ലൈ ചെയ്ത് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയതിന് ആഡ് ചെയ്താലും നമുക്ക് ഈ ഒരു എമൗണ്ട് കൂടെ കിട്ടും, 3,33,000 രൂപ. ഇനി ഓഫീസ് ഓവർ ഹെഡിന് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല. അപ്പോൾ ഓഫീസ് ഓവർ ഹെഡിൻ്റെ ടോട്ടൽ എമൗണ്ട് അവിടെ കൊടുത്തതിലെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുക, 1200 ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പെർ യൂണിറ്റ് ഇവിടെ ലഭിക്കുക. അപ്പോൾ 75 രൂപ ഇവിടെ ലഭിക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു, അതിന് 1200 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90,000 തന്നെ ഇവിടെ വരുന്നു. ഓക്കെ, ആദ്യം 90,000 ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, അതിനെ 1200 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെച്ചാൽ മതി. ഫാക്ടറി കോസ്റ്റും ഓഫീസ് ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്നു 352.5 അല്ലെങ്കിൽ 352 രൂപ 50 പൈസ. അതിന് 1200 മൾട്ടിപ്ലൈ ചെയ്താൽ 4,23,000 അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, 3,33,000 പ്ലസ് 90,000, 4,23,000 ലഭിക്കുന്നു. ഇനി അതിൻ്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു,
30 രൂപയാണ് നേരത്തെ കിട്ടിയത്. ഇവിടെ എന്താണ് 36,000 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 36,000 ലഭിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ലഭിക്കുന്നു 382.5 അല്ലെങ്കിൽ 382 രൂപ 50 പൈസ. അതിനെ നമ്മൾ 1200 മൾട്ടിപ്ലൈ ചെയ്യുന്നു 4,59,000. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ 1/10 10% വേണമെന്നുള്ളതാണ്. 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/10. സെല്ലിംഗ് പ്രൈസിൻ്റെ 1/10 എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ 1/9 ആണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഇതിൻ്റെ ഒരു അനുപാതം നമ്മൾ കണ്ടതാണ്. സെല്ലിംഗ് പ്രൈസിൽ ഇത്ര എന്ന് പറയുമ്പോൾ കോസ്റ്റിൽ എത്ര വരിക എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് കണ്ടതാണ്. സെല്ലിംഗ് പ്രൈസിൽ 1/10 എന്ന് പറയുമ്പോൾ കോസ്റ്റിൽ എത്ര വരും? 1/9 വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന 382.5 അല്ലെങ്കിൽ 382 രൂപ 50 പൈസയുടെ 1/9 എടുക്കുക. അപ്പോൾ എന്ത് ലഭിക്കും? 42.50 അല്ലെങ്കിൽ 42 രൂപ 50 പൈസ. അതാണ് നമ്മുടെ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എവിടെയും അതേപോലെ തന്നെ 4,59,000 1/9 എടുക്കുക. അതിവിടെ എഴുതുക 4,59,000 ഇൻറ്റു 1/9. അപ്പോൾ എന്ത് ലഭിക്കും? നമുക്ക് 51,000 ലഭിക്കും. വെട്ടിക്കളഞ്ഞാൽ 51,000 ലഭിക്കും. അതിവിടെ എഴുതി വെക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ലഭിക്കുന്നു 425 രൂപയാണ് പെർ യൂണിറ്റ്. അതിനെ 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 5,10,000 രൂപയാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1,200 യൂണിറ്റ്സ് ഓഫ് റെഫ്രിജറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്നാണ് പേര്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു റിവിഷൻ ക്ലാസ് എന്നതിനപ്പുറത്തേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ സൂചിപ്പിക്കുക. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടും ഒരു നമ്മൾ ലൂപ്പ് ഹോളും വിടാതെ തന്നെ ഈ ചാപ്റ്ററിൽ പൂർണ്ണമായിട്ടും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ സംശയങ്ങൾ വരുന്ന ഇത് വളരെ കുറവായിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂറും ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ പോകുന്നൊരു ക്ലാസ്സാണ്. അത് ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.